കഥയുടെ തുടക്കത്തിലാണ് നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായകനായിട്ടുള്ള യുവിനെ ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള സിയാൻ വിളിച്ചിട്ട് ഞാൻ നിനക്ക് വേണ്ടി കുറച്ച് കാനറി ഗേൾസിനെ അയച്ചിട്ടുണ്ട്, ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് പറയാണ്. അതായത് മാസ ശമ്പളം കൊടുത്ത് ധനികരായിട്ടുള്ള പുരുഷന്മാർക്ക് ഇവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി നിർത്തുന്ന സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾ അവരെയാണ് ഈ കാൻറീസ് എന്ന് വിളിക്കുന്നത്. സോ സിയാൻ ഇപ്പോൾ യുവിന് വേണ്ടി ഇത് ചെയ്തു കൊടുക്കുന്നതിന് കാരണം യു ഇതുവരെയും കല്യാണം കഴിച്ചിട്ടില്ല, പെൺകുട്ടികളോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. സോ അങ്ങനെയെങ്കിലും പെൺകുട്ടികളുള്ള വിരോധം മാറട്ടെ, കല്യാണം കഴിക്കാനുള്ള ഒരു താല്പര്യമൊക്കെ ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ്. പക്ഷേ സിയാൻ ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സുഹൃത്തിനോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. യുവിന്റെ സിസ്റ്റർ ആയിട്ടുള്ള യാനുമായിട്ട് ഇവൻ റിലേഷൻഷിപ്പിലാണ്. പക്ഷേ ഇവർക്ക് തമ്മിൽ കല്യാണം കഴിക്കണമെങ്കിൽ യു ആദ്യം വിവാഹിതനാവണം. അത് യുവിന്റെ മുത്തശ്ശിയുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ആണ്. ഇവരുടെ ഫാമിലിയിലുള്ള പ്രധാന ഒരു നിയമമാണത്. മൂത്തവരെ വിവാഹം കഴിച്ചതിന് ശേഷം മാത്രമേ ഇളയവർക്ക് അവസരമുള്ളൂ എന്നത്. അതുകൊണ്ടാണ് സിയാൻ ഇപ്പോൾ ഇതിനു വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷേ യുവിന് അതിനോടൊന്നും ഒരു താല്പര്യമില്ല. എന്നാൽ ഇവൻ നോ പറഞ്ഞു കഴിഞ്ഞാൽ സിയാൻ വീണ്ടും വീണ്ടും പെണ്ണുങ്ങളെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, ഞാൻ സെലക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ വെക്കുകയാണ്. പക്ഷേ ഇവന്റെ കാനറി ആവാനായിട്ട് വന്നിരിക്കുന്ന എല്ലാ പെണ്ണുങ്ങളെയും ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് യു ഉദ്ദേശിക്കുന്നത്. സോ എല്ലാവരും അകത്തോട്ട് വിളിക്കാനായിട്ട് ഇവൻ ഓർഡർ കൊടുക്കുന്നു. അങ്ങനെ വരുന്ന പെൺകുട്ടികളുടെ കൂട്ടത്തിലാണ് നമ്മുടെ കഥാനായികയും എത്തുന്നത്. ഇവളുടെ പേര് യൂലിയാൻ, പക്ഷെ നമുക്ക് ഇവളെ മൂൺ എന്ന് വിളിക്കാം. സോ മൂൺ അങ്ങോട്ടേക്ക് വന്ന് ഇവിടുത്തെ ആ ഒരു സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് നല്ല റിച്ച് ആണെന്നാ തോന്നുന്നത്. എന്തായാലും ഇവിടെ 2 വർഷം നിൽക്കാൻ പറ്റുകയാണെങ്കിൽ 3 നില വീട് സുഖമായിട്ട് പണിയാം എന്നാണ് ഇവളുടെ മനസ്സിലെ ഒരു സന്തോഷം. ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ ഇവളുടെ ആഗ്രഹം എന്താണെന്ന്. സോ ഇവളായിട്ട് തന്നെ ഇവളെ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഈ ഒരു സ്ഥലത്തേക്ക് ഇവളെ എങ്ങനെയാണ് എത്തിപ്പെട്ടത് എന്ന കാര്യങ്ങളൊക്കെ. മൂൺ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരു വ്യക്തിയാണ്. ഇവളൊരു നാട്ടിൻ പ്രദേശത്തുള്ള പെൺകുട്ടിയാണ്, പക്ഷേ സിറ്റിയിൽ വന്ന് പലതരം ജോലികളൊക്കെ ചെയ്ത് ജീവിക്കാണ്. അങ്ങനെ ജോലിയൊക്കെ ചെയ്ത് ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കി ഈ നല്ല പ്രായത്തിൽ തന്നെ സെറ്റിലായിട്ട് നാട്ടിൽ പോയി 3 നല്ല വീടൊക്കെ വെച്ച് സെറ്റിൽ ആവണം എന്നതാണ് ഇവളുടെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം. സോ അതിനായിട്ട് 3-4 ജോലിയൊക്കെയാണ് ഒരൊറ്റ ടൈമിൽ ചെയ്യുന്നത്. മെയിൻ ആയിട്ടും ഡെലിവറി ജോലികളാണ് ഇവളെ ഏറ്റെടുത്ത് ചെയ്യാറുള്ളത്. സോ അങ്ങനെ ഒരു ദിവസം വളരെ ടയർഡായിട്ട് കഷ്ടപ്പെട്ട് ഡെലിവറിയൊക്കെ എത്തിക്കാനായിട്ട് ഇവളൊരു സ്ഥലത്തേക്ക് എത്തുകയാണ്. ആ ഒരു ഡെലിവറി എത്തിക്കുന്നത് മറ്റാർക്കുമല്ല, നമ്മുടെ യുവിന്റെ സിസ്റ്റർ ആയിട്ടുള്ള യാനിന്റെ ഫ്ലാറ്റിലേക്കാണ്. പക്ഷേ ഇവളെ യാനിന് ഡെലിവറി കയ്യിലേക്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഇവൾ അവിടെ കാറ്റുപോയി വീഴാണ്. കാരണം ഇവൾ അത്രയും ടയർഡായിട്ടായിരുന്നു ആ ഒരു ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം നമ്മളെ പിറ്റേന്ന് രാവിലെയാണ് കാണുന്നത്. ഭയങ്കര സമാധാനത്തിൽ മൂൺ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴാണ് തലേന്ന് സംഭവിച്ച കാര്യങ്ങൾ പെട്ടെന്ന് ഇവൾക്ക് ഓർമ്മ വരുന്നത്. ഇവൾ ഒരുപാട് ഡെലിവറി ബാക്കി നടത്താനായിട്ട് ഉണ്ടായിരുന്നതാണ്. അതൊന്നും തന്നെ കൃത്യസമയത്ത് ഇവൾക്ക് എത്തിക്കാനേ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ കോമ്പൻസേഷൻ ആയിട്ട് കമ്പനിക്ക് നൽകേണ്ടി വരും. സോ ഇവൾ ആകെപ്പാട് ടെൻഷനായിട്ട് എഴുന്നേൽക്കുമ്പോൾ ഇവൾക്ക് ഉള്ളത് യാനിന്റെ ഇന്നലത്തെ ആ ഒരു ഫ്ലാറ്റിൽ തന്നെയാണ്. ആ സമയത്താണ് ഇവള് യാൻ ഫോണിൽ സംസാരിക്കുന്ന ഒരു കാര്യം കേൾക്കുന്നത്. എങ്ങനെയെങ്കിലും ചേട്ടനടുത്ത് ഒരു പെണ്ണിനെ എത്തിക്കുക എന്നുള്ള കാര്യമാണ് അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് യാൻ പറയാണ് ഇവളുടെ ചേട്ടൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഭയങ്കര അഹങ്കാരിയാണ്, ധിക്കാരിയാണ്, പറഞ്ഞാൽ കേൾക്കാത്തവനാണ്, അവന്റെ വായിലുള്ള നാക്ക് ഭയങ്കര ഭീകരനാണ്. എനിക്ക് ഒരു മാസം തന്നെ എന്റെ ചേട്ടന് വേണ്ടി എത്ര ഞാനുമാരിയാ മാറ്റേണ്ടി വരുന്നത്. ഇപ്പൊ അവർക്കൊക്കെ 50,000 അല്ല 1,00,000 കൊടുക്കാന്ന് പറഞ്ഞാൽ പോലും ആരും അവന്റെ കൂടെ നിൽക്കാൻ തയ്യാറാവാത്ത അവസ്ഥയാ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഒരു ഞാനിക്ക് ഒരു മാസം 50,000 രൂപ സാലറി എന്ന കാര്യം കേട്ട് മൂൺ ഭയങ്കരമായിട്ട് ഷോക്കാവുകയാണ്. ഇവള് മാസം 3-4 ഒക്കെ ജോലികൾ ഒരുമിച്ചെടുത്താൽ പോലും അതിന്റെ പകുതി പോലും തികയ്ക്കാൻ പറ്റുന്നില്ല. അത്രയും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് 50,000 രൂപയ്ക്ക് ഒരൊറ്റ ജോലിയിൽ നിന്ന് കിട്ടുന്നത് എന്നാണ് ഇവന് ചിന്തിക്കുന്നത്. അപ്പോൾ യാൻ സിയാനോട് സംസാരിക്കുന്നത് ഒരു വേലക്കാരിയെ പോലും അവന് കിട്ടാത്ത സ്ഥിതിക്ക് ഒരു പെണ്ണ് എന്തായാലും അവനോട് അടുക്കാനേ പോവില്ല എന്ന രീതിയിലേക്കാണ് അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് കേട്ട് തെറ്റിദ്ധരിച്ച് മൂണാണെങ്കിൽ ഓടി യാനിന്റെ അടുത്തേക്ക് വന്ന് താൻ ആ വേക്കൻസിയിൽ പോകാൻ റെഡിയാണ് എന്ന് ഇങ്ങോട്ട് വന്ന് കയറി പറയാണ്. പക്ഷെ ഞാൻ ആദ്യം സമ്മതിക്കുന്നില്ല. അല്ല നീ ഇത് എന്താന്നിട്ടാ, ഇത് നിന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മോൻ എന്നോട് പറ്റില്ല, ഞാനൊരു ചെറുപ്പക്കാരിയല്ലേ, എനിക്കാണെങ്കിൽ ഇതിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാനും ഒന്ന് ആലോചിക്കുമ്പോൾ ഒരുപാട് സുന്ദരികളായിട്ടുള്ള പലതരത്തിലുള്ള മോഡേൺ പെൺകുട്ടികളെയൊക്കെ ഇവളും സിയാനും ചേർന്ന് യുവിന്റെ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ വർക്കായിട്ടില്ല. സോ ഇവളുടെ ലുക്ക് വെച്ചിട്ട് ഇവൾ ഭയങ്കര റിച്ച് അല്ല എന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിലും കാണാൻ നല്ല സുന്ദരിയാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചേട്ടന് ഇങ്ങനത്തെ നാടൻ പെൺകുട്ടികളൊക്കെ ആയിരിക്കും ഇഷ്ടം. അതുകൊണ്ട് ഇവൾക്ക് എന്തായാലും ഒരു അവസരം കൊടുത്തു നോക്കാം എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ഇവൾ ആ ഒരു കാനറിയുടെ ജോലിയാണ് ചോദിക്കുന്നത് എന്ന രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ജോലി ഏൽപ്പിക്കാൻ തീരുമാനിച്ച ആ ഒരു ഇന്റർവ്യൂവിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി തരാം എന്ന് പറഞ്ഞ് അങ്ങനെ സമ്മതിച്ചിട്ടാണ് ഈ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനൊക്കെ ആയിട്ട് ഇപ്പോ മൂൺ ഇവിടെ എത്തിയിരിക്കുന്നത്. സോ ഇവളിപ്പോൾ വിചാരിച്ചിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ലേഡീസും തന്നെ ഞാൻ ഈ പോസ്റ്റിലേക്കുള്ള ആ ഒരു ജോലി കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനെയും തോപ്പിച്ച് ഇവൾക്ക് തന്നെ എന്ത് വന്നാലും ഈ ഒരു പോസ്റ്റ് വാങ്ങിച്ചെടുക്കണം എന്ന് ഇവള് മനസ്സിൽ തീരുമാനിക്കുകയാണ്. അപ്പോഴേക്കും ഓരോ പെൺകുട്ടികളായിട്ട് യുവിന്റെ അടുത്തേക്ക് വന്ന് ഇവരുടെ കഴിവൊക്കെ പറഞ്ഞിട്ട് ഇവന്റെ കൂടെ നിൽക്കാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാര്യങ്ങൾ സംസാരിക്കാണ്. പക്ഷെ യുവിനെ ഇതിൽ ആരെയും സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഉദ്ദേശമില്ല. അതുകൊണ്ട് തന്നെ വരുന്ന എല്ലാത്തിനും ഓരോ റീസൺസ് പറഞ്ഞ് ഇവരുടെ കഴിവുകൾ വെച്ച് മറ്റു മേഖലയിലുള്ള കമ്പനികളിലേക്ക്, അതായത് ഇവന്റെ കമ്പനിയിലേക്ക് തന്നെ വേറെ വേറെ പോസ്റ്റിലേക്ക് ജോലിക്കായിട്ട് പിടിച്ചുകൊണ്ട് പോവുകയാണ്. അതിനായിട്ട് അവരെ നിയമിക്കുകയാണ്, ഇവന്റെ പേഴ്സണൽ കാനറി ആയിട്ടല്ല. സോ യു അങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കണ്ട് ഇവളെ മനസ്സിലാക്കുന്നത് ഇവന്റെ ടേസ്റ്റ് ഇങ്ങനെയല്ല, ഇവന്റെ ഇഷ്ടം
ഇഷ്ടങ്ങൾ ഇതാണ്, ഇഷ്ടമില്ലായ്മയൊക്കെ ഇതാണ് എന്ന രീതിയിലാണ് അതെല്ലാം തന്നെ ഇവൾ നോട്ട് ചെയ്യുന്നു. അതിനനുസരിച്ച് ഇവൾക്ക് ഇവളുടെ സ്വഭാവ രീതികൾ അവനെ ഇഷ്ടപ്പെടുന്ന രീതിയിലോട്ട് മാറ്റി പെരുമാറാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇവളാണ് ലാസ്റ്റ് ആവുന്നത്. ബാക്കിയുള്ള എല്ലാത്തിനും യു പുറത്താക്കി. ഇവന്റെ ആ ഒരു ക്യാനറയായിട്ട് ഇവൻ സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്ന മോണിനെ കണ്ട് ഇവളുടെ ഡ്രസ്സിംഗ് കണ്ട് തന്നെ മറ്റുള്ളവരെക്കാൾ ഡിഫറെന്റ് ആണല്ലോ എന്നൊരു ചിന്ത വരുന്നുണ്ട് എങ്കിൽ പോലും ഇവളോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറയുകയാണ്. ഇന്നത്തെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞ്. അപ്പോൾ മോണാണെങ്കിൽ പെട്ടെന്ന് ഇവന്റെ അടുത്തേക്ക് ഓടി വന്ന് എനിക്കിവിടെ വന്നിട്ടുള്ള എല്ലാവരെക്കാളും ഈ ജോലിയിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, ഈ ജോലിയിൽ വളരെ പ്രൊഫഷണൽ ആണ് എന്ന് പറയുമ്പോൾ ഇവനത് കേട്ട് ഷോക്കായിട്ട് നീ എന്തൊക്കെയാ പറയുന്നത്? ഈ ജോലിയിൽ നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നോ? ഇതില് സീനിയർ ജൂനിയർ എന്നൊക്കെ ഉണ്ടോ? നീ എന്താ പറയുന്നത്? നിനക്ക് വല്ല ബോധമുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. കാരണം ഇവന്റെ കണ്ണില് ഇവനെ വശീകരിക്കാനായിട്ട് എത്തിയൊരു പെൺകുട്ടിയാണല്ലോ. സോ ആ ഒരു രീതിയിൽ. പക്ഷെ മൂൺ സംസാരിക്കുന്നത് ഞാൻ ഈ ജോലിയെ പറ്റിയും ആ ഒരു ജോലിയൊക്കെ ഇവൾ ഒരുപാട് മുന്നേ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവൾക്ക് അതിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ആ രീതിയിലാണ് ഇവൾ സംസാരിക്കുന്നത്. സോ ഇവളുടെ സിവിയും കാര്യങ്ങളൊക്കെ എടുത്ത് മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്തെ സർട്ടിഫിക്കറ്റും ഒക്കെ എടുത്ത് ഇവനെ കാണിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവൾക്ക് ഈ ഒരു ജോലി വേണം, ഈ ജോലിയിൽ ഞാൻ തന്നെയാണ് പെർഫെക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അപ്പോഴേക്കും അതൊന്നും ഇവൻ കാണുന്നില്ല. അതിന് മുന്നേ തന്നെ ഇവന്റെ സ്റ്റെപ്പ് മദർ അങ്ങോട്ടേക്ക് കടന്നുവരികയാണ്. ഇവരും തമ്മിൽ അത്ര നല്ല ചർച്ചയിലൊന്നും അല്ല. ഇവന് തീരെ ഇവരെ ഇഷ്ടമല്ല. ഇപ്പൊ ഈ ഒരു സ്റ്റെപ്പ് മദർ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് ഇവൻ ഇങ്ങനെ പെൺകുട്ടികളെ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് മദർ ഇവനോട് നീ ഇങ്ങനെയുള്ള പെൺകുട്ടികളൊന്നും സെലക്ട് ചെയ്യരുത്, ജീവിത പങ്കാളി ആക്കരുത്, നിനക്ക് വേണ്ട പെൺകുട്ടിയെ ഞാൻ തന്നെ തിരഞ്ഞെടുത്തോളാം. നമ്മുടെ മുത്തശ്ശിക്ക് കുടുംബ പശ്ചാത്തലമാണ് ഏറ്റവും വലുതെന്ന് നിനക്ക് അറിയാലോ. ഇങ്ങനെയുള്ള ദരിദ്രവാസികളൊന്നും ഒരിക്കലും നീ തിരഞ്ഞെടുക്കാൻ പാടില്ല എന്നൊക്കെ മൂണിനെ നോക്കി തന്നെ ഇവർ കുറ്റം പറയുകയാണ്. പക്ഷെ ഉടനെ തന്നെ മൂണിനോട് ഇവരെ നീ ഇപ്പോ ഇവിടെ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഈ ജോലി നടക്കും എന്ന് പറയുമ്പോൾ ഇവൾ വിചാരിക്കുന്നത് ഇത് ഇവന്റെ സ്വന്തം അമ്മയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ സർ ഞാൻ നിങ്ങളുടെ സ്വന്തം അമ്മയെ എങ്ങനെ പുറത്താക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇതെന്റെ അമ്മയെന്നല്ല സ്റ്റെപ്പ് മദർ ആണ് എന്ന് പറഞ്ഞു കൊടുക്കാണ്. പക്ഷേ സ്റ്റെപ്പ് മദർ ആണെങ്കിൽ എന്നെ നിന്റെ അച്ഛൻ നിയമപരമായിട്ട് കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാണ്, ഞാൻ നിന്റെ അമ്മ തന്നെയാണ് എനിക്ക് പറഞ്ഞ് ഭയങ്കര ഇതിൽ സംസാരിക്കാണ്. പക്ഷെ ഇവർക്ക് ഇവന് ഫ്രീഡം ഒന്നും കൊടുക്കാതെ മുത്തശ്ശിയുടെ കീഴിൽ അങ്ങനെ പിടിച്ച് ഇടുക എന്നൊക്കെയുള്ള ഒരു മൈൻഡ് വെച്ചിട്ടാണ് പെരുമാറുന്നത്. ഇവർക്കും ഇവന്റെ അച്ഛനിൽ ഒരു മകനുണ്ട്. സോ അങ്ങനെ ആ ഒരു മകനെ മാത്രം മുന്നോട്ട് കൊണ്ടുവരിക, ഇവനെ എങ്ങനെയെങ്കിലും അടിച്ചമർത്തുക എന്ന രീതിയിലേക്കാണ് എന്ന ഉദ്ദേശത്തിലേക്കാണ് പെരുമാറുന്നത്. സോ അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മോണിന് ഇതിവന്റെ അമ്മയല്ല എന്ന് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ ഇവരെ പുറത്താക്കിയാൽ ഈ ഒരു ജോലി ഇവർക്ക് തന്നെ കൊടുക്കാം എന്നാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കയ്യിലുണ്ടായിരുന്ന ഒരു സ്പ്രേ എടുത്ത് ഇത്രയും വലിയൊരു ഈച്ച എവിടെ നിന്നാ കടന്നു വന്നത്, എന്തൊരു ശബ്ദം എന്ന് പറഞ്ഞ് ഈ കീടനാശിനി കൊണ്ട് ഞാൻ ഇന്ന് എന്തായാലും നിന്നെ കൊല്ലും എന്ന് പറഞ്ഞ് ഇവർക്ക് നേരെ ആ ഒരു സ്പ്രേ എല്ലാം കൂടി വാരി വിതറാണ്. ഇവർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ കീടനാശിനിയാണല്ലോ തളിക്കുന്നത് എന്ന് പിടിച്ച് പെണ്ണനെ എന്തായി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവർ പേടിച്ച് അവിടെ നിന്ന് ഇവളെ നിർത്താത്തത് കൊണ്ട് തന്നെ ഓടി ഇറങ്ങി പോവുകയാണ്. ഇത് ശരിക്കും കീടനാശിനിയാണ് എന്ന് വിചാരിച്ചിട്ട്. അതുപോലെ തന്നെ ഇത്ര പെട്ടെന്ന് ഇവൾ എന്തായി ചെയ്തത് എന്ന് കണ്ട് അന്തം വിട്ട് നിൽക്കാണ്. പെട്ടെന്നാണല്ലോ ഇവൾ ആ ഒരു കാര്യങ്ങൾ ചെയ്തത്. ഇവളുടെ ആ ഒരു ഒറ്റ പ്രവൃത്തി കൊണ്ട് തന്നെ ഇവന് വലിയൊരു ഇംപ്രഷൻ തന്നെ ഇവളിൽ തോന്നുകയാണ്. എന്തായാലും ആ ഒരു സ്റ്റെപ്പ് പറഞ്ഞ് ഇവള് അടിച്ചോടിച്ച് വിട്ടു. പക്ഷെ അത് ശരിക്കുള്ള കീടനാശിനിയൊന്നും അല്ല. ഇവളുടെ മുഖത്തടിക്കാൻ വെച്ചിരുന്ന ഏതോ ടോൺറോ സംതിങ് ആണ്. ആ ഒരു കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതിൽ പറയുമ്പോൾ ഇത്രയും നേരം യുവിന് ഒരു താല്പര്യം ഇവളോട് ഇല്ലായിരുന്നു എങ്കിൽ പോലും വളരെ പെട്ടെന്നാണല്ലോ വളരെ പ്രൊഫഷണൽ ആയിട്ട് ഇവൾ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ലോണം ഇവളെ ബോധിച്ചിരിക്കുകയാണ്. സോ ഇവളെ പോലൊരു വ്യക്തി ഇവന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇത്തരം ശല്യങ്ങളൊന്നും, അതായത് ഈ സ്റ്റെപ്പ് മുതിർന്ന പോലെയുള്ള ശല്യങ്ങളൊന്നും ഇവന്റെ വീട്ടിലേക്ക് കടക്കില്ല, ഇവന് മനസ്സമാധാനം ഉണ്ടാവും എന്നൊരു രീതിയിൽ ഇവളെ സെലക്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അതായത് ഒരു കാനറി ഗേൾ ആയിട്ട് സെലക്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. പക്ഷെ ഇവൾ അത് കേട്ട് വിചാരിക്കുന്നത് ഇവൾക്ക് ഈ ഒരു ജ്ഞാനിയായിട്ടാണ് ജോലി കിട്ടിയത്, ഇവളുടെ കഴിവുകൊണ്ടാണ്, ഇത്രയും പ്രൊഫഷണൽ ആയതുകൊണ്ടാണ് ഇവൾക്ക് ഒരു ജോലി കിട്ടിയത് എന്നൊക്കെ രീതിയിലാണ് എടുക്കുന്നത്. സോ ഇവൾക്ക് തന്നെ ആ ഒരു ജോലി കിട്ടിയത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഇവനോട് ആ ഒരു നന്ദിയും കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ട് അല്ല ബോസ് എനിക്കുള്ള യൂണിഫോം ഒക്കെ എവിടെ നിന്നാണ് വാങ്ങേണ്ടത്, ആരോടൊക്കെ ചോദിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ യുവരൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ഇവള് ചോദിക്കുന്നത് വേലക്കാരിയുടെ ആ ഒരു കോസ്റ്റ്യൂമൊക്കെയാണ്. എന്നാൽ ഇവളുടെ ആ ഒരു ചോദ്യം കേട്ട് ഇവൻ വിചാരിക്കുന്നത് ചിലപ്പോൾ എല്ലാ പെൺകുട്ടികളെയും പോലെ ഇവള് ലക്ഷറി ബാഗും ഡ്രസ്സും ഓർണമെന്റ്സ് ഒക്കെ വാങ്ങാനായിട്ട് തന്ത്രപരമായിട്ടാണ് ആ ഒരു കാര്യം അവതരിപ്പിച്ചത് എന്നാണ്. എന്തായാലും ഇവളെ കൊണ്ടു നിർത്താനായിട്ട് ഇവ തീരുമാനിച്ചത് കൊണ്ട് തന്നെ ഇവന്റെ ഒരു കാർഡ് എടുത്ത് ഇവൾക്ക് നൽകിയിട്ട് ഇഷ്ടമുള്ളത് വാങ്ങാനായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കണ്ട് ഇവള് വളരെയധികം അമ്പരക്കാണ്. കാരണം ഇവളെ സിനിമയിലൊക്കെ മാത്രമേ നായികയ്ക്ക് ഇങ്ങനത്തെ കാർഡൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ടുള്ളൂ. പക്ഷെ ഒരു ജ്ഞാനിയായ ഇവൾക്ക് എന്തിനാണ് ഇവൻ ഈ ഒരു കാർഡൊക്കെ എടുത്തു കൊടുത്തത് എന്ന കാര്യം മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ ചിലരുടെയൊക്കെ പെരുമാറ്റ രീതി ഇങ്ങനെ ആയിരിക്കും എന്ന രീതിയിലാണ് ഇവളും അത് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇവളോട് ഒരേ ഒരു കണ്ടീഷൻ മാത്രമാണ് പറയുന്നത്, ഇവൾക്ക് ആവശ്യമായിട്ടുള്ള പണം ഇവൻ എത്ര വേണമെങ്കിലും നൽകും, എന്നാൽ ഇവൻ പറയുന്നത് പോലെ മാത്രമായിരിക്കണം ഇവൾ അനുസരിക്കേണ്ടത്. ഇവളുടെ മനസ്സിലുള്ള ഒരു ദുരുദ്ദേശം ഇവനോട് കാണിക്കാൻ പാടില്ല, അതായത് പ്രണയം, കല്യാണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല എന്ന രീതിയിൽ ഇവളോട് പറയാണ്. പക്ഷേ ഇവൾ വിചാരിക്കുന്നത് ഇവൻ പറയുന്നത് എന്തും കേൾക്കാൻ റെഡി ആയിട്ടുള്ള ഒരു സെർവന്റ് ആയിട്ടാണല്ലോ എത്തിയിരിക്കുന്നത്. ആ രീതിയിൽ തന്നെ ഓക്കെ പറയുന്നു. അതിനുശേഷം യുവിന്റെ സെക്രട്ടറി ഇവളെ ഒരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഇത് ഇവളുടെ റൂമാണ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ അതാണെങ്കിൽ ഒരു ലക്ഷറി സെറ്റപ്പിലുള്ള റൂമാണ്. അവിടെ ഇവൾക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സായാലും ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സായാലും ഓർണമെന്റ്സ് ആയാലും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ട് ഇവൾക്ക് തന്നെയാണോ ഇതെല്ലാം എന്ന് വരെ ആ ഒരു സെക്രട്ടറിയോട് ചോദിക്കുന്നുണ്ട്. അയാളും അതേന്ന് പറയുമ്പോൾ ബോസ് ഭയങ്കര കോടീശ്വരനാണല്ലോ, അതുകൊണ്ട് തന്നെ തനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തതായിരിക്കും, അദ്ദേഹത്തിന്റെ രീതികൾ അങ്ങനെ ആയിരിക്കും എന്ന രീതിയിൽ സെക്രട്ടറിയോട് എല്ലാം കൊള്ളാം, പക്ഷേ നമ്മുടെ ബോസ് എന്താ എപ്പോഴും ഗൗരവക്കാരനായിട്ട് ഇരിക്കുന്നത്, ഇത്ര ദേഷ്യം കാണിക്കുന്ന എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ സെക്രട്ടറിയും അത് പിന്നെ മുത്തശ്ശിയും പുള്ളിക്കാരും തമ്മിലുള്ള പ്രശ്നം,
യങ് മാസ്റ്ററുടെ മുത്തശ്ശിയും പുള്ളിയും തമ്മിൽ എപ്പോഴും വഴക്കാം. അവർ പരസ്പരം വലിയൊരു യുദ്ധത്തിൽ തന്നെയാണ് എന്ന് പറയാണ്. അതായത് യു പേ എന്ന് പറയുന്ന ഒരു വലിയ ഫാമിലിയുടെ അനന്തരാവകാശമാണ്. പക്ഷെ ആ ഒരു ഫാമിലിയുടെയും കമ്പനിയുടെയൊക്കെ തലപ്പത്തിരിക്കുന്നതും റൂൾസ് കൈകാര്യം ചെയ്യുന്നതൊക്കെ ഇവന്റെ മുത്തശ്ശിയാണ്, അച്ഛന്റെ അമ്മ. ഇവനാണ് ആ ഒരു കമ്പനിയുടെ തലപ്പത്ത് ഇരിക്കുന്നത് എങ്കിൽ പോലും ആ ഒരു ഫാമിലിയുടെയും കമ്പനിയുടെയൊക്കെ റൂൾസ് കൈകാര്യം ചെയ്യുന്നതും മേലധികാരം വഹിക്കുന്നതൊക്കെ ഇവന്റെ ആ ഒരു മുത്തശ്ശിയാണ്. എന്നാൽ യുവിനാണെങ്കിൽ ഇവന്റെ അച്ഛനെയോ സ്റ്റെപ്പ് മദറിനെയോ മുത്തശ്ശനെയോ ആരെയും തന്നെ തീരെ ഇഷ്ടമല്ല. അതുപോലെ തന്നെ ഇവൻ കാരണം എങ്ങനെയെങ്കിലും ആ ഒരു കമ്പനി ഇല്ലാതാക്കി നശിപ്പിക്കുക, മുത്തശ്ശിക്ക് പണിയെടുക്കുക എന്നുള്ളതൊക്കെയാണ് യു കുറച്ച് നാളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് ഇവരുടെ കമ്പനി പരാജയപ്പെടാൻ സാധ്യതയുള്ള എല്ലാ പ്രോജക്റ്റുകളും ഇവൻ ഏറ്റെടുത്ത് ചെയ്യാറുണ്ട്. ഒരുപാട് പൈസ മുടക്കി ആ ഒരു കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാറുണ്ട്, അത് കൊളമായി പോകണം എന്ന ലക്ഷ്യത്തോടു കൂടി. പക്ഷെ ഇവൻ ഏറ്റെടുക്കുന്ന എല്ലാ പ്രോജക്റ്റും ആ ഒരു കമ്പനിക്ക് അധിക നേട്ടം ഉണ്ടാക്കി കൊടുക്കാറാണ് ഉള്ളത്. ഇവന് തന്നെ ലാസ്റ്റ് ആ ഒരു ക്രെഡിറ്റ് എല്ലാം കിട്ടും. ഇവൻ എത്ര ശ്രമിച്ചിട്ടും കമ്പനി താഴോട്ട് കൊണ്ടുപോകാനായിട്ട് മാത്രമായിട്ടില്ല, മുത്തശ്ശിക്ക് പണിയെടുക്കാനും പറ്റിയിട്ടില്ല. ഇപ്പൊ ഇവരുടെ കമ്പനി മുൻപന്തിയിലുള്ള ലിസ്റ്റ് തന്നെയാണ് ഉള്ളതും. അതുകൊണ്ട് തന്നെയാണ് അവൻ കുറച്ച് നീരസത്തിലുള്ളത്. ഇവനിപ്പോ ഇങ്ങനെ പെരുമാറുന്നതൊക്കെ എന്നുള്ള കാര്യങ്ങൾ സെക്രട്ടറി ഇവളോട് പറയാണ്. അപ്പോൾ അത് കേട്ട് ഇവള് ചിന്തിക്കുന്നത്, പണക്കാരൊക്കെ എത്ര തോക്കാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും വിജയിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇവിടെയുള്ള സാധാരണക്കാര് എത്ര വിജയിക്കാൻ ശ്രമിക്കുന്നോ അത്രയും തോറ്റോണ്ടേയിരിക്കും, അത്രയും പരാജയപ്പെടുകയായിരിക്കും ചെയ്യുന്നത് എന്നാണ് ഇവള് ചിന്തിക്കുന്നത്. പക്ഷെ എന്ത് തന്നെ ആയാലും ഇവളുടെ ബോസിന് ഇപ്പോൾ രാത്രികാലങ്ങളിൽ ഉറക്കമില്ല, ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ സെക്രട്ടറിയുടെ അടുത്ത് നിന്ന് മനസ്സിലാക്കിയിട്ട് ഇവള് നേരെ ഇപ്പോൾ യുവിന്റെ മുറിയിലേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് ഇവനോട്, ബോസ് നൈറ്റ് സർവീസ് അവൈലബിൾ ആണ്, താങ്കൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇവൾ ഉദ്ദേശിക്കുന്നത്, ഇവള് മുൻപ് ഞാനായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണല്ലോ, അതുകൊണ്ട് തന്നെ വല്ല മസാജോ ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നൈറ്റ് സർവീസ് എന്നതുകൊണ്ട് ഇവൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ യു അത് മറ്റേ അർത്ഥത്തിലാണ് എടുക്കുന്നത്. ഇവന്റെ മുന്നിൽ ഇതൊരു കാനറി ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇവളോട്, ഈ പരിസരത്ത് നിന്നെ കണ്ടുപോലെ ഇനി എന്റെ ഡോറിലെങ്ങാനും തട്ടിക്കഴിഞ്ഞാൽ നിന്റെ സാധനങ്ങളെല്ലാം ഞാൻ പുറത്തെടുത്തിട്ട് നിന്നെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കും എന്ന് പറഞ്ഞിട്ട് ഇവൻ ദേഷ്യപ്പെട്ട് കയറി വാതിലടക്കാണ്. ഇവളെ മുന്നേ കുട്ടികളേക്ക് നോക്കാൻ നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് രാത്രി പല ആവശ്യങ്ങളും ഉണ്ടാവാറുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇവനും പല രീതിയിലുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കാം എന്ന രീതിയിലേക്കാണ് ഇവള് ചെന്നതൊക്കെ. അപ്പൊ ഇവൾ ആദ്യം ചിന്തിക്കുന്നത്, എനിക്ക് ജോലി തരാൻ അല്ലെങ്കിൽ ഇയാൾ പിന്നെ എന്തിനാ എന്നെ നിയമിച്ചത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും ഇവൾക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി ചിലപ്പോൾ ഓവർ ടൈം ഒന്നും പണിയെടുക്കേണ്ട കാര്യമില്ലായിരിക്കും, എനിക്ക് ഫ്രീ ടൈം തന്നതായിരിക്കും, അങ്ങനെ വിചാരിച്ചിട്ട് ഭയങ്കര സന്തോഷമായിട്ട് ഇവൾ അവിടെ നിന്ന് ചാടിത്തുള്ളി പോവുകയാണ്. അതിനുശേഷം നമ്മളിപ്പോൾ പിറ്റേന്ന് രാവിലെയാണ് കാണുന്നത്. വേറെയും ചില പ്രോജക്റ്റുകൾ ഇവന്റെ ആ ഒരു മുത്തശ്ശിയുടെ കമ്പനിക്ക് ദോഷം വരുത്താൻ വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തന്നെ ഇപ്പോൾ 10 മടങ്ങ് നിക്ഷേപങ്ങളായിട്ട് ഇവരുടെ കമ്പനിയിൽ വലിയൊരു മുന്നേറ്റം തന്നെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വാർത്ത കേട്ട് അത്ര നല്ല മൂഡിലൊന്നും അല്ല ഇവൻ ഇറങ്ങി വരുന്നത്. അങ്ങനെ വരുമ്പോൾ കാണുന്ന കാഴ്ച, മൂണാണെങ്കിൽ ഭയങ്കര ഹോട്ടായിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ട് വീട്ടു ജോലി എടുക്കുന്നതാണ്. ഇവൻ അത് കണ്ട് ഭയങ്കര ഷോക്കായി ഇവളോട്, ഈ കോലത്തിൽ നീ ഇവിടെ എന്തായി ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഇവൾക്ക് വേണ്ടി ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരുന്നല്ലോ. പക്ഷെ അതെല്ലാം തന്നെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പുറത്തൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന തരത്തിലുള്ള ഡ്രസ്സാണ്. ഇവിടുത്തെ എല്ലാ ജോലിയും എടുക്കാൻ റെഡി ആയിട്ടുള്ള ഇവന്റെ നാനാണല്ലോ, അതുകൊണ്ട് തന്നെ തനിക്ക് ആ ഒരു ഡ്രസ്സ് വന്നിട്ട് ഈ ജോലി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കയ്യിലുണ്ടായിരുന്ന ഒരു ഡ്രസ്സ് എടുത്തതാണ്, അല്പം ചെറുതാണെന്നല്ലോ, എനിക്കത് ഓക്കെയാണ് എന്ന് പറയുമ്പോൾ യു വിചാരിക്കുന്നത് ഇവനെ വശീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൾ ഈ ഒരു ഡ്രസ്സൊക്കെ ധരിച്ചു നിൽക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ നീ ഡ്രസ്സ് മാറ്റിക്കോണം, ഇല്ലെങ്കിൽ നിന്റെ എല്ലാ സാധനവും എടുത്ത് ഇപ്പൊ തന്നെ നീ ഇവിടെ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തില് പറഞ്ഞിട്ട് ഇറങ്ങി പോവാണ്. പക്ഷെ അതിന് പിന്നീടുള്ള അഗാധമായ ചിന്തകളൊന്നും തന്നെ ഇവൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇവളെ ഈ സെക്രട്ടറിയോട്, അല്ല ബോസിന് ഇത് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം, മര്യാദയ്ക്ക് നിന്നാല് നിനക്ക് ഇവിടെ നിന്ന് ജോലി ചെയ്യാം, അല്ലെങ്കിൽ ആരാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഞാനിവിടെ വന്നിട്ട് വെറും 7 മാസമേ ആയിട്ടുള്ളൂ, അതിനിടയ്ക്ക് ഇവിടെ നിന്ന് 70 പേരെയാണ് ഇദ്ദേഹം മാറ്റിയിട്ടുള്ളത്, ഞാൻ പോലും ഒരു സ്പെഷ്യലും അല്ല, എപ്പോൾ വേണമെങ്കിലും ജോലി പോവാം, അതുകൊണ്ട് എല്ലാവരും അത് മനസ്സിലാക്കി നിന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഇവൾക്ക് ഭയങ്കര ടെൻഷൻ ആവുകയാണ്. ഇവളുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ഇവളെ ഈ ഒരു ജോലിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ഇവൾക്ക് വലിയൊരു സാലറി ഉള്ള ജോലിയാണല്ലോ നഷ്ടപ്പെടുന്നത്. ഈ ഒരു ജോലിക്ക് വേണ്ടി മറ്റേ ജോലികളെല്ലാം തന്നെ ഉപേക്ഷിച്ചു, പുതിയ ജോലികളൊക്കെ കണ്ടെത്താനായിട്ട് ഇനി ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ അതിനെന്തായാലും ഇടവരുത്താൻ പാടില്ല, ബോസിന്റെ മുന്നിൽ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് പ്രൊമോഷനൊക്കെ വാങ്ങണം എന്നുറപ്പിച്ച് ഇവൾ ആ ഒരു വീക്കിലെ എല്ലാ ജോലികളും ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. പക്ഷെ അവിടെ ഓരോ ജോലിക്കും ഓരോ സെർവൻസ് വേറെ ഉണ്ട്. എന്നാൽ ഇവളെ വിചാരിക്കുന്നത് ഇവളാണ് യുവിന്റെ നാനി എന്നാണല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാം ഏറ്റെടുത്ത് ചെയ്യാണ്. ഇവർക്കാർക്കും തന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല, കാരണം ഇവരുടെയൊക്കെ കണ്ണിൽ ഇത് ബോസിന്റെ കാമുകയാണല്ലോ. യുവും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അന്ന് തിരിച്ചെത്തുമ്പോൾ ഇവന്റെ തിങ്സും കാര്യങ്ങളൊക്കെ ഇവൻ മറ്റാരും ഏൽപ്പിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. ഒരു കാറ്റ് പോലും വന്ന് ഇവള് തന്നെ അതെല്ലാം കളക്ട് ചെയ്യാണ്. എന്നിട്ട് വേഗത്തിൽ ഇവന്റെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ചേഞ്ച് ആക്കി കൊടുത്ത് ഫുഡ് കഴിക്കാൻ പറത്തെടുത്തോണ്ട് വരികയാണ്. അതും ഇവൾ തന്നെ പ്രിപ്പയർ ചെയ്തതാണ്. ഇവൾ മുന്നേ സ്ട്രീറ്റിലെ ഏതോ ഹോട്ടലൊക്കെ നിന്ന് പരിചയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനെ പലതരം കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇവള്. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള നൂഡിൽസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഇവനെ പ്രിപ്പയർ ആക്കി കൊടുത്തിരിക്കുന്നത്. എന്നാൽ അവിടുത്തെ മികച്ച ഷെഫ് പോലും അത് കണ്ട് ഭയങ്കര ഡൗട്ടിലാണ് നോക്കുന്നത്. കാരണം സ്പെഷ്യൽ ആണെന്ന് പറയുന്ന ആ ഒരു നൂഡിൽസിൽ ഒന്നും തന്നെ സ്പെഷ്യലായിട്ട് ചേർത്തിട്ടേ ഇല്ല, മീറ്റോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ അങ്ങനെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു നൂഡിൽസ് ആണ്. അതെങ്ങനെയാണ് ബോസിന് ഇഷ്ടപ്പെടുന്നത് എന്ന രീതിയിലാണ് ഇവരെല്ലാം അന്തം വിട്ട് നിൽക്കുന്നത്. പക്ഷേ യു ആണെങ്കിൽ താല്പര്യമൊന്നും ഇല്ലാതെയാണ് അത് കഴിക്കുന്നത്. എന്നാൽ അത് കഴിക്കുമ്പോൾ ഇവനത് ഭയങ്കരമായിട്ട് ബോധിക്കുന്നു. ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട് ബോസിനെ ഇത് ഇഷ്ടപ്പെട്ടു എന്ന്. അതുകൊണ്ട് തന്നെ എങ്ങനെയുണ്ട് ബോസ് എന്ന കാര്യം ചോദിക്കുമ്പോൾ യു അത് നല്ലതാണ് എന്ന രീതിയിലൊന്നും പറയുന്നില്ല. വളരെ ഗൗരവത്തിൽ കുഴപ്പമില്ല
എന്ന മട്ടിലാണ് അഭിപ്രായം പറയുന്നത്. പക്ഷെ അവിടെയുള്ള ഒരു സ്റ്റാഫിനും അത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇവരുടെ ജോലി ആയിരിക്കുമല്ലോ ഇവള് നല്ലോണം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടപ്പെടാൻ പോകുന്നത്. ഇവരിതുവരെ ഒരുപാട് ഡിഷുകൾ യുവിന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെയും അവൻ നല്ലൊരു അഭിപ്രായം പോലും പറഞ്ഞിട്ടില്ല. ഇത്രയും പ്ലേറ്റ് ക്ലീൻ ആയിട്ട് കഴിച്ചിട്ടില്ല. ഇത്ര സ്പെഷ്യൽ എന്ന് പറഞ്ഞ് ഇവരുണ്ടാക്കിക്കൊണ്ട് കൊടുത്താൽ പോലും എന്തായാലും അവള് കാരണം ഇവരുടെയൊക്കെ ജോലിക്കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി എന്ന് എല്ലാവർക്കും ബോധ്യമാവുന്നു. ക്ലീനിങ്ങും അടിച്ചുവാരലും കുക്കിങ്ങും വാഷിങ്ങും ആ വീട്ടിലെ മുഴുവൻ ജോലിയും ഇവളെ ഏറ്റെടുത്ത് ചെയ്യുകയാണല്ലോ. അതിനുശേഷം യു ആണെങ്കിൽ സിയാനോയുടെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കാണ്. ഇവന്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഇവൻ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ഇനി വല്ല ജോലി വല്ല ഇഷ്ടപ്പെടുന്നുണ്ടോ, വല്ല പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ആ ഒരു ഫോൺ സംഭാഷണം കേൾക്കാൻ മൂണും അവിടെ കിടന്ന് ശ്രമിക്കുന്നുണ്ട്. അവിടെ ക്ലീൻ ചെയ്യുന്നത് പോലെയൊക്കെ തന്നെ അവിടെ പൊമ്മി നിൽക്കാണ്. അപ്പോൾ സിയാൻ വീണ്ടും യുവിനോട് ഇവന്റെ മുത്തശ്ശിയുടെ കമ്പനി തകർക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അതെല്ലാം തന്നെ ഇവന് ഓപ്പോസിറ്റ് ആയിട്ട് നല്ലതായിട്ടാണ് സംഭവിക്കുന്നത്. ഇവരുടെ ആസ്തി കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യം ഇനി നോക്കണ്ട, അത് നടക്കാൻ പോകുന്നില്ല. പക്ഷെ മുത്തശ്ശി തന്നെ വേറെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കുന്നതിന് മുന്നേ നീ ആ കാനറി ആയിട്ട് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാൻ നോക്ക്. 2-3 ദിവസമായില്ലേ കൂടെ കൂടിയിട്ട്. ആ പെൺകുട്ടി പോ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, കൊള്ളാം എന്നൊരു മറുപടി പറയാണ്. അത് തീരെ ചെയ്യാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഇവന് ഒരു താല്പര്യം ഇല്ലാതെയാണല്ലോ ആ ഒരു ഇന്റർവ്യൂന്ന് ആളെ സെലക്ട് ചെയ്തത് എന്ന രീതിയിലാണ് ഇവരത് എടുക്കുന്നത്. പക്ഷെ അപ്പോഴെല്ലാം തന്നെ ഇവിടെ ഒരാൾ ഇവന്റെ ഫോൺ സംഭാഷണം കേൾക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിൽ ഇവന്റെ അടുത്ത് വളരെ ക്ലോസ് ആയിട്ട് ക്ലീൻ ചെയ്യുന്നത് പോലെ ചെവിയും കൊണ്ട് വന്ന് നിൽക്കുകയാണ്. സോ യു ഫോൺ വെച്ചിട്ട് ഇവളോട് മര്യാദയ്ക്ക് നീ നിന്റെ ജോലി നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഇവന്റെ അടുത്ത് നിന്ന് ഇവളോട് പോകാനായിട്ട് പറയുന്നുണ്ടെങ്കിലും ഇവള് പോകുന്നില്ല. വീണ്ടും വീണ്ടും ഇവനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. യുവും വിചാരിക്കുന്നത് ഇവന്റെ അടുത്ത് നിന്ന് ഇവള് മാറിപ്പോയി എന്നാണ്. ഇത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവൻ എഴുന്നേൽക്കുമ്പോൾ നന്നായിട്ട് ഇവളെ കണ്ട് പേടിച്ച ഷോക്കായിട്ട് വീഴാനായിട്ട് പോവുകയാണ്. ഒപ്പം തന്നെ ഇവളും ഇവനെ പിടിച്ചു നിർത്തുന്ന വഴിക്ക് രണ്ടുപേരും കൂടി ആ ഒരു കസേരയിലേക്ക് വീഴാണ്. മാത്രമല്ല യുവിന്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളം തെറിച്ച് ഇവരുടെ ദേഹത്തൊക്കെ വീഴുന്നു. സോ അവരെങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് സിയാനും യാനിനെയും കൂട്ടി അങ്ങോട്ടേക്ക് എത്തുകയാണ്. ആ ഒരു റയർ ആയിട്ടുള്ള ദൃശ്യം ഈ ഒരു ഫോണിൽ പകർത്തുകയും ചെയ്തു ഫോട്ടോ ആയിട്ട്. ഈ ഒരു പെൺകുട്ടിയോടൊപ്പം താമസിക്കുന്നു, അതും കാമുകിയായിട്ട് താമസിപ്പിക്കുന്നു, ഇങ്ങനെയുള്ള റൊമാൻസ് ഒക്കെ ഇവർ തമ്മിൽ നടക്കുന്നു എന്ന കാര്യങ്ങളൊന്നും ഇവർക്ക് രണ്ടുപേർക്കും വിശ്വസിക്കാനേ പറ്റുന്നില്ല. പക്ഷെ ഇവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആവുന്നു. ചേട്ടന് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കുമല്ലോ, ഇവർക്കും എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കാം ആ ഒരു കാര്യത്തിൽ. എന്നാൽ ഇവൾക്ക് ഈ ഒരു ജോലി വാങ്ങിക്കൊടുത്തത് യാനാണ് എന്നാണല്ലോ മോൻ വിചാരിക്കുന്നത്. യും യാനും സിബ്ലിങ്സ് ആണ് എന്ന കാര്യവും മോണിന് അറിയാം. അതുകൊണ്ട് തന്നെ മോൻ പെട്ടെന്ന് യാനോട് വന്ന് മാഡം ഞാൻ അത് ഉദ്ദേശിച്ചതല്ല, നിങ്ങൾ കണ്ടതൊന്നും സത്യമല്ല, ഇതറിയാതെ സംഭവിച്ചു പോയതാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിനെന്താ പ്രശ്നം, നീ നിന്റെ ജോലി തന്നെയല്ലേ ചെയ്യുന്നത് എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ യു ഭയങ്കര ദേഷ്യക്കാരനാണ്, കർക്കശക്കാരനാണ് എന്ന കാര്യങ്ങളൊക്കെ മോണിന് മനസ്സിലായതാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം വെച്ച് ചിലപ്പോൾ ഇവളെ ഈ ഒരു ജോലിയിൽ നിന്ന് പുറത്താക്കിയേക്കാം. ഇത്രയും ടെൻഷൻ വഹിച്ച് എനിക്ക് ഈ ജോലി നിൽക്കാൻ താല്പര്യമില്ല. പൈസ പോണെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല, ജീവൻ തിരിച്ചു കിട്ടിയാൽ മതി, ഞാൻ വേറെ ജോലി കണ്ടുപിടിച്ച് എങ്ങനെയെങ്കിലും ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ഇവളെ ഒരു ജോലി ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ വരെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഞാനാണെങ്കിൽ ഇവളെ വിടുന്നില്ല. കാരണം ഇവൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവരുടെ പദ്ധതികൾ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നീ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ബോസിന് നല്ലൊരു സ്റ്റാഫ് ആവാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് മോണിന് ഒരു മോട്ടിവേഷൻ കൊടുത്തോണ്ടിരിക്കുകയാണ്. നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞിട്ട്. ഞാൻ അറിയുന്നില്ലല്ലോ മോൺ ചേട്ടനെ നാനിയായിട്ട് നിൽക്കുന്ന ജോലിയെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന്. അതുപോലെ തന്നെ യും ഇവിടെ സിയാനോട് അല്ല അവൾക്ക് ചില ഭ്രാന്തുകളില്ലേ, എന്തിനാ അവളിപ്പോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല, എങ്ങനെയെങ്കിലും അവളെ പുറത്താക്കാം എന്നൊരു തോട്ടില് സംസാരിക്കുകയാണ്. അതായത് ഇവന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു, വീട് ക്ലീൻ ചെയ്യുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, ഒരു കാറ്റ് പോലെ പറന്നു കിടന്ന് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാണല്ലോ. പക്ഷെ അതെന്തിനാണെന്ന് ഇവന് മനസ്സിലാവുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അവളെ പുറത്താക്കണം എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ സിയാനാണെങ്കിൽ അത് തടയിടുന്ന രീതിയിൽ സംസാരിക്കുന്നു. അവളെ പോലെ ഒരു പെൺകുട്ടിയാണല്ലോ ഇവന്റെ ഫാമിലി കൈകാര്യം ചെയ്യാനായിട്ട് ഇവൻ തപ്പി നടന്നിരുന്നത്. ഇവനെക്കാളും എന്തുകൊണ്ടും ഇവന്റെ ഫാമിലിയോട് പൊരുതി നിൽക്കാനായിട്ട് മോണിന് സാധിക്കും. ആ ഒരു രീതിയിൽ അവരെ പരാജയപ്പെടുത്താനും സാധിക്കും. അതുകൊണ്ട് തന്നെ കയ്യിലിരിക്കുന്നത് നീ വിട്ടുകളയാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇവനും ഇവന്റെ ഫാമിലി തകർക്കുക, മുത്തശ്ശിയെ തകർക്കുക എന്നുള്ളതൊക്കെ ആണല്ലോ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ആ ഒരു അവളെ പുറത്താക്കണം എന്ന കാര്യത്തിൽ നിന്ന് പിന്തിരിയുന്നു. പക്ഷെ മുത്തശ്ശി ഇവന്റെ ആ ഒരു കല്യാണ കാര്യത്തിൽ നിന്ന് പിന്മാറി കഴിഞ്ഞാൽ പിന്നെ അവളെ പറഞ്ഞുവിടാം എന്ന രീതിയിലാണ് ഇവ നിൽക്കുന്നതും. അതുപോലെ തന്നെ ഞാനും മൂണിനോട് ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നിന്റെ ബോസിന്റെ ദേഷ്യം മാറ്റാനായിട്ട് ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്, പിന്നെ ഒരിക്കലും ബോസ് നിന്നെ ഉപേക്ഷിക്കുകയില്ല, നിന്നോട് ദേഷ്യപ്പെടയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവളെ സമാധാനിപ്പിക്കുമ്പോൾ മൂൺ ഓക്കെ പറയുന്നു. പക്ഷെ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇവൾക്ക് മനസ്സിലാവുന്നില്ല. അതിനുശേഷം നമ്മൾ അന്ന് നൈറ്റാണ് കാണുന്നത്. പിന്നീട് ഫുഡൊന്നും കഴിക്കാനായിട്ട് ഇറങ്ങി വന്നിട്ടില്ല. ഇവളൊന്ന് ഡിന്നർ കഴിക്കാനായിട്ട് അവനെ വിളിക്കാനൊക്കെ ആയിട്ട് വരുന്നു. പക്ഷെ ചിലപ്പോൾ ദേഷ്യപ്പെട്ടാലോ എന്ന് വിചാരിച്ച് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് റൂമിലേക്ക് ഇവളെ വലിച്ചിടാണ്. ഞാൻ എന്തോ കഴിച്ചു, എനിക്ക് എന്തോ സംഭവിച്ചു, എനിക്കിത് സോൾവ് ചെയ്യാനായിട്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുന്നു. അതായത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇവളെ ഒരിക്കലും ഒഴിവാക്കാതിരിക്കാനായിട്ട് ഒരു വഴിക്ക് ശ്രമിക്കുമെന്ന്. ആ വഴി മറ്റൊന്നുമല്ല, യോവിന് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് എന്തോ ഡ്രഗോ സംതിങ് ഇവന്റെ വെള്ളത്തിൽ കലർത്തി കൊടുത്തിരിക്കുകയാണ്. അത് കഴിച്ചിട്ടാണ് ഇവരിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. സോ ഇവളോട് ഭയങ്കര റൊമാൻറ്റിക് ആവാനായിട്ട് ചെല്ലുന്നു. ഇവന്റെ മനസ്സിൽ ഇവളൊരു കാനറി ആണല്ലോ, അത്തരത്തിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി എന്ന രീതിയിലാണ് ഇവളുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ഇവന് വേണ്ടി ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് പറയുമ്പോൾ ഇവൻ വളരെ മോശമായിട്ടാണല്ലോ സംസാരിക്കുന്നത്. ഇങ്ങനെ പോയല്ല ശരിയാവില്ല എന്ന് വിചാരിച്ച് ഇവൻ കിസ് ചെയ്യാനൊക്കെ ആയിട്ട് ഇവളുടെ അടുത്തേക്ക് വരുന്നു. എന്നാൽ ഇവൾ ഒന്നും നോക്കുന്നില്ല. ആ ഒരു ഗ്യാപ്പിൽ ഓടിപ്പോയിട്ട് പെട്ടെന്ന് തന്നെ തണുത്ത ഐസ് കട്ടയോടെ എടുത്തുകൊണ്ട് വന്ന് ഇവന്റെ ദേഹത്തും മുഖത്തും ഒക്കെ തന്നെ വീശി ഒഴിക്കുകയാണ്. ഇവന് ഭയങ്കര ദേഷ്യം വന്നു. മൂൺ നീ ഇപ്പം എന്താ ചെയ്തത്, നീ തീർന്നൊടി എന്ന് പറഞ്ഞ് ഇവളെ കൊല്ലാനായിട്ട് വരുന്നുണ്ടെങ്കിലും കുറച്ച് സമയത്തിന് ശേഷം
ശേഷം ഇവരിപ്പോ ഹോസ്പിറ്റലിൽ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവനിപ്പോ നല്ല തുമ്മലും പനിയും ഒക്കെ പിടിച്ചിരിക്കുകയാണ്. തണുത്ത് വരച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവള് പെട്ടെന്ന് ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഡോക്ടറും ഇവനെ ചെക്ക് ചെയ്തിട്ട് ഇവര് കപ്പിൾസ് ആണ് എന്ന രീതിയിൽ റൊമാൻസ് ഒക്കെ നല്ലതാണ് മക്കളെ, പക്ഷേ സേഫ്റ്റി അല്ലേ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് എന്ന് ചോദിക്കാണ്. കാരണം ഇവന്റെ ശരീരം അത്രയും ഒരു ഡ്രഗ് കഴിച്ച് ചൂടായി നിൽക്കുന്ന ടൈമിലാണല്ലോ ഇവൾ ആ ഒരു തണുത്ത വെള്ളവും കാര്യങ്ങളൊക്കെ കോരി ഒഴിച്ചത്. അത് ഇവന്റെ പുരുഷത്വം പോലും തകരാറിലാക്കാൻ കാരണമായേക്കാം. ഭാവിയിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരാനും സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും നന്നായിട്ട് തന്നെ പേടിക്കാണ്. ഇവള് പെട്ടെന്ന് യുവിനോട് സർ ഞാൻ അത്രയ്ക്കൊന്നും വിചാരിച്ചില്ല, നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ, പക്ഷെ ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നു വിചാരിച്ചില്ല എന്ന് പറഞ്ഞ് ക്ഷമയും കാര്യങ്ങളൊക്കെ ചോദിക്കാണ്. എന്തായാലും വലിയ കുഴപ്പങ്ങളൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഡോക്ടറെ കണ്ട് ഇറങ്ങുന്ന ടൈമിൽ ഇവൾക്കും അവിടുത്തെ തണുപ്പടിച്ച് ആ തുമ്മലൊക്കെ തുടങ്ങാണ്. യു പെട്ടെന്ന് തന്നെ ഇവള് നേരത്തെ ഒരു ഇവൻ ഇട്ട് കൊടുത്ത കോട്ടൊക്കെ തിരിച്ചിട്ട് കൊടുക്കുന്നു. ഇവൻ പെട്ടെന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവൾക്കും എന്തോ സഹതാപമൊക്കെ തോന്നിയിട്ട് ഞാൻ ഇനി എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവർത്തിക്കില്ല എന്ന് പറയുമ്പോൾ യു പെട്ടെന്ന് എന്ത് ഇനി ആവർത്തിക്കില്ലെന്നോ, അപ്പോൾ ഇനിയും നിനക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശമുണ്ടോ എന്ന് ചോദിച്ച് അവർ തമ്മിൽ ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആ ഒരു പ്രശ്നം സോൾവ് ആവുന്നു. എന്നാൽ രണ്ടുപേർക്കും പാതിരാത്രി ആയതുകൊണ്ട് തന്നെ ഒരു ടാക്സി പോലും കിട്ടുന്നില്ല. സോ ഇവളുടെ സ്കൂട്ടറിൽ തന്നെയാണ് ഇവനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ യുവിന്റെ അച്ഛനെയും സ്റ്റെപ്പ് മദറിനെയുമാണ് കാണുന്നത് ഇവരുടെ കുടുംബ വീട്ടില്. അപ്പൊ തലേന്ന് യു ഹോസ്പിറ്റലിൽ പോയിരുന്നല്ലോ, അതാരോ ഫോട്ടോ എടുത്ത് ഇവർക്ക് അയച്ചു കൊടുത്തിരിക്കുകയാണ്. യു ഇന്നലെ കാണിച്ചിരുന്നത് റീപ്രൊഡക്റ്റീവ് ഡിപ്പാർട്ട്മെന്റിലാണ്. അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു അസുഖം ബാധിച്ചിരിക്കുകയാണ്. അവന്റെ ലൈംഗിക ശേഷിക്ക് തകരാറായി. അതുകൊണ്ടാണ് അവൻ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടറെ കാണിച്ചത് എന്ന രീതിയിലൊക്കെയാണ് ഇപ്പൊ കാര്യങ്ങൾ ഇവർക്ക് പോയിരിക്കുന്നത്. അച്ഛൻ അത് കണ്ട് ഭയങ്കര ടെൻഷൻ ആവുന്നു. നമ്മുടെ കുടുംബത്തിൽ ഇതുവരെ ആർക്കും ഒരു തലമുറയിലും ഇത്ര അസുഖം ഉണ്ടായിട്ടില്ല, ഇനിയിപ്പോ എന്താ ചെയ്യാ, ഇത്രയും നാളവൻ കല്യാണം കഴിക്കാൻ വിസമ്മതിച്ചത് ഇതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ഭയങ്കര നിരാശയിലാവുകയാണ്. ഈ ഒരു സ്റ്റെപ്പ് മദറാണ് ഇല്ലാത്ത എല്ലാ കാര്യങ്ങളോട് ചേർത്ത് ഇയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ ഇവർക്ക് അതൊക്കെ കണ്ട് ഭയങ്കര സന്തോഷവുമാണ്. ഇവർക്ക് ഈ ഒരു വിവാഹത്തിൽ ഒരു മകനുണ്ട്, അത് പക്ഷേ ചെറിയൊരു പയ്യനാണ്. അതുകൊണ്ട് തന്നെ യുവിന് ഭാവിയിൽ ഒരു തലമുറ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവർക്ക് നല്ലതാണല്ലോ, ഇവരുടെ മകന് തന്നെ എല്ലാ സ്വത്തുക്കളും കിട്ടും. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആവുന്നു. പക്ഷെ അച്ഛന് ഒരു മനസ്സമാധാനം കിട്ടാത്തത് കൊണ്ട് തന്നെ അച്ഛൻ നേരെ യുവിനെ കാണാനായിട്ട് പോവാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്നു. എന്നാൽ ഇപ്പൊ യു ഇവന്റെ കുട്ടിക്കാലത്ത് അമ്മയോടൊപ്പം കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. ഇവന്റെ ഫാമിലിയിൽ ഇവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നത് അമ്മയെ മാത്രമായിരുന്നു. പക്ഷെ അവരിപ്പോ ജീവനോടെ ഇല്ല. കുട്ടിക്കാലത്ത് തന്നെ അച്ഛന് ഇപ്പോഴുള്ള ആ ഒരു സ്റ്റെപ്പ് മദറായിട്ട് അഫെയർ ഉണ്ടായിരുന്നു. അതറിഞ്ഞ് അമ്മ ഇവനെയും കൊണ്ട് അബ്രോഡ് പോകാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അനിയത്തി വളരെ കുഞ്ഞായതുകൊണ്ട് തൽക്കാലം അവളെ കൊണ്ടുപോകണ്ട എന്ന രീതിയിൽ ഇവനെയും കൊണ്ട് അമ്മ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനൊക്കെ ആയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇവന് ഭയങ്കര വട്ടപിടിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് മൂന്ന് ഇവനെ വിളിച്ചിട്ട് ഒരു അർജന്റ് കാര്യമുണ്ട്, ഇപ്പൊ എത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടം സംഭവിക്കും എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇവനും ഭയങ്കര ടെൻഷനായിട്ട് എന്താണെന്ന് അറിയാതെ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. പക്ഷേ ഇവനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഒരു കോഴി ഫാമിലേക്കാണ്. ഇവിടെ നിന്ന് ഇവർക്ക് സ്വന്തമായിട്ട് ഇപ്പൊ കോഴിയെ പിടിക്കാം. അങ്ങനെ പിടിച്ചെടുക്കുകയാണെങ്കിൽ ഇവർക്ക് പകുതി കോഴിയുടെ പൈസ കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ ആ ഒരു കോഴിയെ പിടിക്കുന്ന കളിയിലേക്കാണ് ഇവരെ ഇപ്പോൾ ഇവളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. യുവിന് അത് കണ്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ എനിക്ക് നിന്നോട് കുട്ടിക്കളിക്ക് നിൽക്കാൻ ഒട്ടും സമയമില്ല എന്ന് പറഞ്ഞ് പോകാനായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിലും ആ ഒരു കോഴിയെ കാണുമ്പോൾ ഇവനും അതിനെ പിടിക്കാനുള്ള ഒരു ആവേശം കയറി വരികയാണ്. സോ ഇവർ രണ്ടുപേരും ഭയങ്കര ഫണ്ണായിട്ട് ആ ഒരു കാര്യം എടുത്ത് ഇവർ കോഴിയെ പിടിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, ഓടിച്ചിട്ട് പിടിക്കാൻ. അതിനുശേഷം അതിനേക്ക് പിടിച്ചിട്ട് ഇവൻ ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യുമ്പോൾ മൂന്നാണെങ്കിൽ ചിക്കൻ ഫ്രൈ ഒക്കെ ആയിട്ട് എത്തുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവനെ ഇവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്ന് വെച്ചാൽ ഇവൻ ആ ഒരു സ്റ്റഡി റൂമിൽ ഇരുന്ന് ചിന്തിച്ചു കൂട്ടുന്നത് മൂഡ് ചേഞ്ച് ആവുന്നതൊക്കെ ഇവള് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവനെ കൂളാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത് എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഇവള് ചെയ്തത് നല്ലൊരു കാര്യമായിട്ട് തന്നെ ഇവന് തോന്നാണ്. ഭയങ്കര സ്ട്രെസ് ആയിട്ടാണല്ലോ ഇവൻ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിനൊക്കെ ഭയങ്കര സമാധാനം കിട്ടാണ്. എന്നിട്ട് മൂൺ ഇവളെ വറുത്തോണ്ട് വന്ന ആ ഒരു ചിക്കനൊക്കെ ഇവന് കഴിക്കാനായിട്ട് എടുത്ത് കൊടുക്കുമ്പോൾ ആദ്യം യു ഭയങ്കര ഗമ ഇടുന്നുണ്ട്, പുറത്തൊന്നും ഇങ്ങനത്തെ ഫുഡൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ മൂണാണെങ്കിൽ ഇത് നാടൻ കോഴിയാണ്, ഫ്രഷ് ആണ്, ഇതിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും തന്നെ ചേർത്തിട്ടില്ല, ഒരുപാട് ന്യൂട്രീഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഇവനെ അടിച്ചേൽപ്പിച്ച് അത് ഇവനെ കൊണ്ട് കഴിപ്പിക്കാണ്. യുവും ഭയങ്കര എൻജോയ് ചെയ്ത് തന്നെ അത് കഴിക്കുന്നു. അതിനുശേഷം അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പക്ഷെ അതെല്ലാം തന്നെ യുവിന്റെ ഫാദറും ഇവന്റെ അബ്രോഡ് ഉണ്ടായിരുന്ന ആ ഒരു മുത്തശ്ശി തിരിച്ചെത്തിയിട്ടുണ്ട്. ഇവരും അത് കാണാണ്. കോടികൾ ആസ്തി വരുന്ന പേ ഫാമിലിയുടെ അനന്തരാവകാശിയാണ് ഇപ്പോൾ വളരെ സാധാരണക്കാരനെ പോലെ നടക്കുന്നത്, അതും ഏതോ ഒരു പീറ പെണ്ണിന്റെ കൂടെ. അത് കണ്ട് ഇവർക്ക് ഭയങ്കര ദേഷ്യം വന്ന് ഇയാളെ തല്ലാണ്, മകനെ ഇങ്ങനെ വളർത്തി മോശമാക്കിയത് നീയാണ് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അബ്രോഡ് പോകുന്നതിന് മുന്നേ തന്നെ ഇവനെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും പെണ്ണിനെ കൊണ്ട് നല്ല കുടുംബത്തിലെ പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയത്. പക്ഷേ ഇതുവരെ ആ ഒരു കാര്യം നടന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഭയങ്കര ദേഷ്യത്തിലൊക്കെയാണ് ഇവര്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോൾ യോ മൂണിനെയും കൂട്ടി ഇവന്റെ കുടുംബ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം മുത്തശ്ശി നാട്ടിൽ എത്തിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ സിയാൻ വിളിച്ച് ഇവനോട് എങ്ങനെയെങ്കിലും മുത്തശ്ശിയുടെ മുന്നിൽ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിലാണെന്ന് കാണിക്കണം. മുത്തശ്ശി എന്തായാലും ഇവളെ നിന്നോട് ഉപേക്ഷിക്കാനായിട്ട് പറയും, പക്ഷെ നീ വാദിച്ചു നിന്നോണം എന്ന് പറയുമ്പോൾ ഇവനും ഓക്കെ പറയാണ്. അങ്ങനെയാണ് ഇവളെയും കൂട്ടി ഇപ്പൊ മുത്തശ്ശി കാണിക്കാനായിട്ട് ഈ ഒരു വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷെ മോണിന് തന്നെ എന്തിനാണ് ഈ ഒരു ഫാമിലിയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ ഒരു വിരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവൾ വിചാരിക്കുന്നത് ചിലപ്പോൾ യോപ്പ കഴിക്കുന്നത് ഇവൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡാണല്ലോ, അതുകൊണ്ട് തന്നെ അത് ഇവന് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. സോ വേറെ ആരും ഉണ്ടാക്കുന്ന ഫുഡൊന്നും കഴിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല, ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നെ കൊണ്ടുവന്നത് എന്ന് വിചാരിച്ച് ഇവള് നേരെ കിച്ചൺ തപ്പി പോവുകയാണ്. അതറിയാതെ യോ ഇവളോട് മോൺ നമ്മൾ തമ്മിൽ ഒരു തൊഴിലാളി മുതലാളി ബന്ധം മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും നമ്മളിപ്പോൾ നിൽക്കുന്നത് പേ ഫാമിലിയുടെ മുന്നിലാണ്.
അതുകൊണ്ട് നമ്മളിപ്പോൾ ജീവന തുല്യം സ്നേഹിക്കുന്നവരാണെന്ന് ഇവിടെയുള്ളവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കണം. ചുരുക്കി പറഞ്ഞാൽ ഒരു കാമുകിയുടെ റോള് ഏറ്റെടുത്ത് ചെയ്യണം. അത് നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ നിന്റെ ശമ്പളം 2 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ടെങ്കിലും പിറകിന്ന് ഒരു റിപ്ലൈ വരാത്തത് കൊണ്ട് തന്നെ ഇവൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവിടെ ആരുമില്ല എന്ന കാര്യം കാണുന്നത്. ഇവളതോടെ പോയി എന്നാണ് ഇവൻ ചിന്തിക്കുന്നത്. പക്ഷെ മൂൺ എത്തിപ്പെട്ടിരിക്കുന്നത് കിച്ചൺ അന്വേഷിച്ച് വരുമ്പോൾ ഇവിടുത്തെ ഒരു ജോലിക്കാരനാണെങ്കിൽ ഒരു ഓർക്കിഡ് ചെടി ഇതിന് ഇനി ഭാവിയില്ല എന്ന് വിചാരിച്ച് അത് വാടി കരിഞ്ഞു പോയി. അതാണെങ്കിൽ മുത്തശ്ശിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചെടിയായിരുന്നു. പക്ഷെ അതിനി ജീവിക്കില്ല എന്ന് വിചാരിച്ച് അതെടുത്ത് കളയാനായിട്ട് പോവാണ്. എന്നാൽ അതുകൊണ്ട് മൂണാണെങ്കിൽ ഇവൾക്ക് ഈ ഒരു ചെടികളെ കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെന്ന് ഇത് കളയണ്ട, ഇതിന്റെ വേരുകൾ പൂർണ്ണമായിട്ട് മുറിഞ്ഞു പോയിട്ടില്ല, ഇനിയും ഉയർന്നു വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറഞ്ഞ് വേറൊരു ചെടിച്ചട്ടിയും മുളയും വെള്ളവും ചണവും ഒക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് ആ ഒരു ജോലിക്കാരൻ ഇതൊന്നും വിലക്കാവില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഇവൾ അതൊന്നും കേൾക്കാതെ എല്ലാം അത് ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാണ്. അപ്പോഴേക്കും അങ്ങോട്ട് യുവും ഇവളെ കണ്ടുപിടിച്ച് എത്തിയിട്ടുണ്ട്. സോ ഇവളോട് നീ ആവശ്യമില്ലാതെ എല്ലാ കാര്യത്തിലും കയറി ഇടപെടുന്ന എന്തിനാ, അവിടെ മുത്തശ്ശി കാതിരിക്കാണ് എന്ന് പറഞ്ഞിട്ട് ഇവളെ അകത്തോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നു. പക്ഷെ അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്ത് അവിടത്തെ തന്നെ മുത്തശ്ശി മൂണിനെ കണ്ട് ഇവളോടൊപ്പം നടക്കുന്ന കാര്യം മുന്നേ തന്നെ ഇവർ അറിഞ്ഞതാണല്ലോ. അതുകൊണ്ട് തന്നെ മൂണിനോട് നിനക്ക് എത്ര രൂപയാണ് വേണ്ടത്, അതും വാങ്ങിച്ച് മര്യാദയ്ക്ക് ഇവന്റെ ലൈഫിൽ നിന്ന് ഇറങ്ങി പൊക്കോണം എന്ന് പറയുമ്പോൾ ഇവളൊന്നും മനസ്സിലാവാതെ മുത്തശ്ശി നിങ്ങൾ എന്തിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇവന്റെ ഞാനാണല്ലോ, സോ അങ്ങനെ തിരുത്താനൊക്കെ ആയിട്ട് പോകുന്നു. പക്ഷെ അതിനു മുന്നേ അയ്യോ മുത്തശ്ശിയോട് അതൊരിക്കലും സാധ്യമല്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമല്ല ഉള്ളത്, ഞങ്ങളെ ആർക്കും പിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് സംസാരിക്കുകയാണ്. പക്ഷെ മുത്തശ്ശിയാണെങ്കിൽ ഇവൾക്ക് വലിയൊരു എമൗണ്ട് തന്നെ ഓഫർ ചെയ്ത് ഇവളെ ആകർഷിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ഇവൾക്കും പണമാണല്ലോ ലൈഫിൽ ഇതുവരെയും വലുതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചാടിക്കേറി അത് വാങ്ങാനും പോകുന്നുണ്ട്. പക്ഷെ യു സമ്മതിക്കുന്നില്ല. ഇവൾക്ക് പണത്തിനോട് ഒരു താല്പര്യമില്ല. ഞങ്ങളുടെ ഇടയിലോട്ട് ആരും കടന്നു വരണ്ട എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര ദേഷ്യമാണ്. നീ പേ ഫാമിലിയുടെ അന്തസ്സാണ് തകർക്കാൻ നോക്കുന്നത്, നിന്റെ അമ്മ കാണിച്ചോന്ന് നീ മറന്നിട്ടില്ലല്ലോ, അവള് കാരണം ഈ ഫാമിലി ഒരുപാട് അനുഭവിച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവനത് കേട്ട് ഭയങ്കര ദേഷ്യവരാണ്. ഇവൻ ആ ഒരു പഴയ ഇൻസിഡന്റ് ഒക്കെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നു. അതായത് ഇവന്റെ ഇപ്പോഴത്തെ രണ്ടാനമ്മ ഉണ്ടല്ലോ, അത് ഇവരുടെ ഫാമിലിയിലെ ഏതോ അകുന്ന റിലേറ്റീവ് ഒക്കെ ആയിരുന്നു. സോ ഇവരെല്ലാം ഒരുമിച്ചുണ്ടായിരുന്ന ഒരു ഡേ ഇവരുടെ കുടുംബത്തിന്റെ എന്തോ പാരമ്പര്യ ആഭരണങ്ങളോ സംതിങ് ഇവന്റെ അമ്മ കട്ടെടുത്തോ എന്ന രീതിയിൽ കഥ മെനഞ്ഞ് എല്ലാവരുടെ മുന്നിലും ആ ഒരു ലേഡി ഇവന്റെ അമ്മയെ ഒരു കള്ളിയാക്കാൻ ശ്രമിക്കുകയാണ്. മുത്തശ്ശിയാണെങ്കിൽ അത് വിശ്വസിച്ച് ഇവന്റെ അമ്മയെ ശിക്ഷിക്കാനും പുറത്താക്കാനൊക്കെ ശ്രമിക്കുന്നു. ഇവര് എത്ര കേൺ അപേക്ഷിച്ച് താനത് ചെയ്തിട്ടില്ല, താനൊരു കള്ളിയല്ല എന്ന് പറഞ്ഞിട്ട് പോലും ഈ ഒരു മുത്തശ്ശിയോ ഇവരുടെ ഹസ്ബൻഡോ ഒന്നും തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യാനോ കൂടെ നിൽക്കാനോ ഒന്നും തയ്യാറായിരുന്നില്ല. പിന്നീട് ആ ഒരു കുടുംബത്തിൽ തന്നെ ആ പേരും പറഞ്ഞ് ഇവരെ പുറത്താക്കി. ഈ മുത്തശ്ശി കുറച്ച് നാൾ കഴിഞ്ഞ് അമ്മ അബ്രോഡൊക്കെ ആയിരുന്നു. ഇവനെയോ ഇവന്റെ പെങ്ങളെയോ ഒന്നും തന്നെ അമ്മയോടൊപ്പം പോകാൻ അനുവദിച്ചിട്ടില്ല, വിട്ടുകൊടുത്തിട്ടില്ല. മുന്നേ നമ്മൾ കണ്ടല്ലോ ഇവർ അബ്രോഡ് പോകാനൊക്കെ തീരുമാനിച്ചത് അമ്മയും മകനും, പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. സോ അമ്മയെ മാത്രമാണ് ഈ ഒരു ഫാമിലിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നത്. അവർ അബ്രോഡായിരുന്നു അങ്ങനെ താമസിച്ചുകൊണ്ടിരുന്നതും. ആ സമയത്ത് അവർക്ക് എന്തൊക്കെയോ അസുഖങ്ങളൊക്കെ ബാധിച്ച് അവരവിടെ വെച്ച് മരണപ്പെടുന്നു. പിന്നീട് ഒരിക്കലും ഇവന്റെ അമ്മയെ ലൈഫിൽ കണ്ടിട്ട് പോലും ഇല്ല. ഇവനും അമ്മയ്ക്ക് വേണ്ടി ഒരുപാട് വാദിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും മുത്തശ്ശിയാണെങ്കിൽ ഒരു വാക്ക് പോലും ഇവന്റെ കേട്ടിട്ടില്ല. സോ ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇവന് ഭയങ്കര ദേഷ്യം വരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഇവന് ഈ ഒരു ഫാമിലി ഇഷ്ടമല്ലാത്തത്. മാത്രമല്ല ഇവന്റെ അമ്മയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ഏതാണ്ട് മൂന്നിനും അറിയാം, ആ ഒരു സെക്രട്ടറി പറഞ്ഞിട്ട്. സോ ഈ മുത്തശ്ശിയാണ് ഇവന്റെ ലൈഫിൽ ഇവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി ഇല്ലാതാക്കിയത്, ഇവരെ തമ്മിൽ പിരിച്ചത് എന്ന കാര്യങ്ങളൊക്കെ അറിയാം. ഈ ഒരു ഫാമിലിയിൽ ഇവന് വേണ്ടി സംസാരിക്കാനും ആരും ഇല്ലെന്ന് നന്നായിട്ട് അറിയാം. അത് മനസ്സിലാക്കിയിട്ട് തന്നെ മുത്തശ്ശി പറയുന്ന ഓരോ കുത്തുവാക്കുകൾ ഇവൾക്ക് കേട്ടോണ്ടും നോക്കിക്കൊണ്ടൊന്നും നിൽക്കാനാവുന്നില്ല. മുത്തശ്ശിയോട് ഭയങ്കരമായിട്ട് എതിർത്ത് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഇവരെ ഭയങ്കരമായിട്ട് പണത്തിന്റെ ഒരു കൊഴുപ്പ് വെച്ചിട്ടാണല്ലോ സംസാരിക്കുന്നതും ബാക്കിയുള്ളവരോട് ഇടപെടുന്നതും എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ അതിനെതിരെയൊക്കെ ഇവള് ഭയങ്കരമായിട്ട് പ്രതികരിച്ച് ആ ഒരു മുത്തശ്ശിയെ വലിച്ചു കീറി ഒട്ടിക്കുകയാണ്. ഇവള് പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ട് ഈ ഒരു മുത്തശ്ശിക്കും ഭയങ്കര ദേഷ്യം വന്ന് ഇവളെ പിടിച്ച് പുറത്താക്കാനായിട്ട് പറയുന്നു. ഇവനെ പ്രൊട്ടക്ട് ചെയ്താണല്ലോ ഇവള് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരാളെ പോലും ഇവളെ തൊടാൻ അനുവദിക്കുന്നില്ല. ഇവന് വേണ്ടി ഫസ്റ്റ് ടൈമാണ് ഒരാൾ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ മോണിനെ ഇവന് ഭയങ്കരമായിട്ട് ബോധിക്കാണ്. പക്ഷെ അപ്പോഴേക്കും മറ്റേ ജോലിക്കാരനുണ്ടല്ലോ ഇവരുടെ പ്രിയപ്പെട്ട ആ ഒരു ചെടി വീണ്ടും വളർന്നു, അതിന് പുതിയ ജീവൻ കിട്ടി എന്ന് പറയാനായിട്ട് എത്തുമ്പോൾ ഇവർക്കും ഇത് വലിയ ഹോപ്പൊന്നും ഇല്ലായിരുന്നു ഇതിനെ രക്ഷിക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ട് തന്നെ അല്ല ഇത് എങ്ങനെ സാധിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഈ ജോലിക്കാരനും യുവിന്റെ കൂടെ വന്ന ഈ ഒരു പെൺകുട്ടിയാണ് ഇത് നേരെ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്തത് എന്ന് പറയുമ്പോൾ ഓ ഇവൾക്ക് ഇത്രയും കഴിവൊക്കെ ഉണ്ടായിരുന്നോ എന്ന രീതിയിൽ ഇതുവരെ ഇവളെ ചവിട്ടി പുറത്താക്കാനാണ് ശ്രമിച്ചതെങ്കിൽ ചെറിയ ഒരു ഇംപ്രഷനൊക്കെ ഇവർക്ക് തോന്നുന്നുണ്ട്. എങ്കിലും അത് ഇവർ പുറത്ത് കാണിക്കുന്നതൊന്നുമില്ല. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം, ആദ്യം നമുക്ക് ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവാണ്. എന്നാൽ ഇവൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് 1 മില്യനാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അതിനെക്കുറിച്ച് ഒന്നും പറയാതെയാണ് മുത്തശ്ശി പോകുന്നത്. എന്തിനാണ് കൊടുക്കുന്നത് എന്തിനാണ് വാങ്ങുന്നത് എന്നൊന്നും അറിയില്ല, എങ്കിലും പൈസ തരാമെന്ന് പറഞ്ഞതാണല്ലോ, അത് വാങ്ങാനായിട്ട് മുത്തശ്ശിയുടെ പിന്നാലെ പോകാനായിട്ട് തുടങ്ങുന്നു. പക്ഷെ യു ആണെങ്കിൽ ഇവളെ തന്നിട്ട് ഞാൻ നിനക്ക് 2 മില്യൺ തന്നേക്കാം, ദയവേത് ഒന്ന് വാ അടച്ച് എന്റെ കൂടെ വന്നാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ അത് കേട്ട് ഇവൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇവനോടൊപ്പം തുള്ളിച്ചാടി പോവാണ്. പക്ഷെ അതിനുശേഷം ഇവരെ ഫുഡ് കഴിക്കാനായിട്ട് എത്തുമ്പോൾ അവിടെ എടുത്തു വെച്ചിരിക്കുന്ന ആഹാരങ്ങൾ കണ്ടിട്ട് മൂണാണെങ്കിൽ യുവിനെ കഴിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. ഇത് കഴിക്കണ്ട, ഇത് കൊള്ളില്ല എന്ന് പറയാണ്.
അപ്പോൾ അത് കേട്ട് മുത്തശ്ശിക്ക് വീണ്ടും ഭയങ്കര ദേഷ്യം കാര്യങ്ങളൊക്കെ ആവുകയാണ്. അവര് ഏറ്റവും വലിയ ഷെഫിനെ കൊണ്ടൊക്കെയാണ് ഇന്നത്തെ ഡിഷ് എല്ലാം പ്രിപ്പയർ ആക്കിയിരിക്കുന്നത്. അതിവൻ കഴിക്കരുതെന്ന് പറയാൻ നിനക്ക് യാതൊരുവിധ യോഗ്യതയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ഇവളെ താഴ്ത്തി കെട്ടി സംസാരിക്കുകയാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വിഭവം ഫുള്ള് സീ ഫുഡാണ്. അതാണെങ്കിലോ യുവിന് കഴിക്കാൻ പാടില്ല, ഇവന് അലർജി ഉള്ള ഐറ്റംസ് ആണ്. അത് മാത്രമാണ് ഇന്നത്തെ ഡിഷായിട്ട് പ്രിപ്പയർ ആക്കി എല്ലാം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി ഇദ്ദേഹത്തെ കൊല്ലാനാണോ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് ഇവൻ അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നോ എന്ന കാര്യങ്ങളൊക്കെ അച്ഛനായാലും മുത്തശ്ശിയായാലും അറിയുന്നത് പോലും. കാരണം ഇവരൊന്നും ഇവനെ ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല. പക്ഷെ ഇവന്റെ കൂടെ കൂടിയിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമാണല്ലോ ആയത്. എന്നിട്ട് പോലും മൂൺ ഇവനെ നല്ലോണം മനസ്സിലാക്കി സംസാരിക്കുന്നത് കാണുമ്പോൾ യുവിന് ഭയങ്കര സന്തോഷമാവാണ്. ഒരാളെങ്കിലും ഇവനെ മനസ്സിലാക്കാനും സപ്പോർട്ട് ചെയ്യാനും ഇവന്റെ കാര്യങ്ങളൊക്കെ കെയർ ചെയ്യാനൊക്കെ ഉണ്ടല്ലോ എന്നൊരിതില്. സോ മൂണാണെങ്കിൽ ഇവരോടൊക്കെ ഇദ്ദേഹം ശരിക്കും നിങ്ങളുടെ ഫാമിലി മെമ്പർ തന്നെയാണോ എന്ന രീതിയിലൊക്കെ ഇവരോട് ചോദിക്കുമ്പോൾ ഹേയോ ഇവളെ സമാധാനിപ്പിച്ചിട്ട് കുഴപ്പമില്ല, ഒന്നും സംഭവിച്ചില്ലല്ലോ, നീ കൂടെയുള്ളത് നന്നായി എന്നൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഇവളോട് സംസാരിക്കുമ്പോൾ, അതും ഇവളുടെ കൈ പിടിച്ച് സംസാരിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ വെച്ച് തന്നെ, അവന്റെ ആ ഒരു നോട്ടം വെച്ചിട്ട് തന്നെ ബോസിന്റെ സംസാര ശൈലിയും പെരുമാറ്റമൊന്നും അത്ര നോർമൽ അല്ലല്ലോ എന്ന് ഇവൾക്ക് കത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നിന്നല്ല ശരിയാവില്ല എന്ന് വിചാരിച്ച ഇവനോട് ഞാൻ പോയിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ ഫ്രൂട്ട്സോ ഡിസോട്ടോ എല്ലാം എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ഇവള് നേരെ കിച്ചണിലേക്ക് പോവുകയാണ്. പക്ഷെ അതിനുശേഷം ഇവന്റെ ഫാമിലിയോട്, അതായത് അച്ഛനോടും മുത്തശ്ശിയോടും സ്റ്റെപ്പ് മദറിനോടും ഒക്കെ തന്നെ എനിക്ക് വേണ്ടി നിങ്ങൾ ഇനി വേറെ കല്യാണം ഒന്നും അന്വേഷിക്കേണ്ട, അത് പറയാൻ വേണ്ടി തന്നെയാ ഞാനിപ്പോ മൂന്നിനെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. എനിക്ക് എന്റെ ലൈഫിലെ തീരുമാനം എടുക്കാൻ അറിയാം, അതിലാരും കയറി ഇടപെടണ്ട. നിങ്ങൾ കാരണമാണ് എനിക്ക് എന്റെ അമ്മയെ നഷ്ടപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ മുത്തശ്ശി മോനെ അതൊക്കെ പഴയ കാര്യമല്ലേ, അതൊക്കെ വിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞ് അത് വിടാൻ പറയുന്നുണ്ട്. പക്ഷേ യുവിന് അതിവന്റെ അമ്മയാണല്ലോ, അങ്ങനെ വിടാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇവൻ സ്ട്രിക്റ്റ് ആയിട്ട് ഇവന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാണ്. താൻ മൂണിനെ അല്ലാണ്ട് മറ്റാരെയും വിവാഹം കഴിക്കില്ല എന്നതില്. അതിനുശേഷം മൂൺ ഇവന്റെ ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് യുവിന് കൊടുക്കാനായിട്ട് പോകുന്ന ടൈമിൽ യുവിന്റെ അടുത്തേക്ക് അവിടെയുള്ള ഗാർഡ്സ് ഇവളെ കയറ്റി വിടുന്നില്ല, അവനെ കാണാനായിട്ട് ഇവളെ അനുവദിക്കുന്നില്ല. കാരണം യു ഇപ്പോ ലോക്കാണ്. ഇവിടെ നിന്ന് ഇവനെ വിടാതെ മുത്തശ്ശിയും അച്ഛനൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. ഇവളെ തൊട്ട് അവന്റെ അടുത്തോട്ട് വിടുന്നുമില്ല. സോ അങ്ങനെ യു ഇപ്പോൾ ബാൽക്കണിയിൽ നിൽക്കുന്ന സമയത്ത് പണ്ടത്തെ കാര്യങ്ങളൊക്കെ വീണ്ടും ഓർക്കാണ്. ഈ ഒരു വീട്ടിൽ വെച്ചിട്ടാണല്ലോ ഒരുപാട് കാര്യങ്ങൾ ഇവന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത്. ഇവന്റെ അമ്മ ഇവന്റെ അച്ഛനെ കാല് പിടിച്ചിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇയാൾക്ക് വേറെ അഫയർ ഉണ്ട്. ആ ഒരു മുത്തശ്ശി പറയുന്നത് മാത്രമേ ഇയാൾ കേൾക്കൂ, വൈഫിന്റെ ഒരു കാര്യം പോലും കേൾക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇവന്റെ അമ്മ ഈ ഒരു ഫാമിലിയിൽ നിൽക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് കുട്ടികളെയും കൂട്ടി നമുക്ക് പുറത്ത് പോകാൻ, മാറി താമസിക്കാം എന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇയാളാണെങ്കിൽ ഒന്നും തന്നെ അനുവദിച്ചിട്ടില്ല. ഇവന്റെ പാരന്റ്സ് തമ്മിൽ ദിവസവും അടിയും വഴക്കും ഒക്കെ തന്നെ ആയിരുന്നു. അതൊക്കെ ഇവന്റെ മനസ്സിൽ ഭയങ്കര ട്രോമയായിട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇവനാണെങ്കിൽ ഇവന്റെ അമ്മയ്ക്ക് വേണ്ടി അമ്മ ഇവിടെ നിന്ന് പുറത്താക്കുന്ന സമയത്ത് പോലും അമ്മയ്ക്ക് വേണ്ടി ഒരുപാട് വാദിച്ചിട്ടുണ്ട് മുത്തശ്ശിയുടെ അടുത്ത്. അതിന് പകരമായിട്ട് ഇവന് അവർ നല്ല രീതിയിൽ ശിക്ഷ നൽകിയിട്ടുണ്ട്. നല്ല കട്ട ഐസിൽ മുട്ടുകുത്തി നിർത്തിയിട്ട് മണിക്കൂറുകളോളം, അതും 7-8 വയസ്സുള്ള ഇവന്റെ ആ ഒരു പ്രായത്തില് ഭയങ്കരമായ ക്രൂരതകളാണ് ആ ഒരു മുത്തശ്ശി ഇവനോട് ചെയ്തിട്ടുള്ളത്. അച്ഛൻ ഒരു വാക്ക് പോലും എതിർത്ത് സംസാരിച്ചിട്ടുമില്ല. അതൊക്കെ ആലോചിച്ച് ഇവൻ ഭയങ്കര സാഡായിട്ട് നിൽക്കുമ്പോൾ ഒരു മാലാഖയെ പോലെ പെട്ടെന്ന് മൂൺ ആകാശത്ത് നിന്ന് ഇവന്റെ മുന്നിലേക്ക് ഇറങ്ങി വരുന്ന പോലെയാണ് ഇവൻ ആ ഒരു സമയത്ത് തോന്നുന്നത്. പക്ഷെ അവൾ മുകളിൽ നിന്ന് പെട്ടെന്ന് ഒരു കയറിലൊക്കെ തൂങ്ങി ഇവന്റെ മുന്നിലേക്ക് വരികയാണ്. എന്നിട്ട് ഇവനോട് ഇവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെട്ടു പോകാം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇവന്റെ ലൈഫിലെ ഒരു ദേവതയെ പോലെയാണ് ആ ഒരു ടൈമിൽ ഇവളെ കണ്ട് ഫീൽ ആവുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ ഒന്നും നോക്കുന്നില്ല. ഇവളോടൊപ്പം തന്നെ ഇവൾക്ക് കൈ കൊടുത്ത് അവർ ഒരുമിച്ച് തന്നെ താഴേക്ക് രക്ഷപ്പെട്ട് എത്തുകയാണ് ആ ഒരു വള്ളിയിൽ തൂങ്ങിയിട്ട്. ആരുടെയെങ്കിലും കണ്ണുപെടുന്നതിന് മുന്നേ യു ഇവളെയും കൂട്ടി പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകുന്നു. പക്ഷെ അതെല്ലാം തന്നെ യുവിന്റെ മുത്തശ്ശിയും ഫാദറും ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ ഫാദർ പെട്ടെന്ന് മുത്തശ്ശിയോട് യുവിന് അവളെ ഇഷ്ടമാണെങ്കിൽ അവന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, ആ പെൺകുട്ടി ഒരുപാട് നന്നായിട്ട് അവനെ മനസ്സിലാക്കുന്നുണ്ട് എന്ന രീതിയിൽ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. പക്ഷെ മുത്തശ്ശി സമ്മതിക്കുന്നില്ല. ഇങ്ങനെ ഒരു ദരിദ്രവാസി പെൺകുട്ടിയൊന്നും എന്റെ ഫാമിലിയിൽ ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര ഇതിൽ നിൽക്കാണ്. സോ അവളെ എങ്ങനെയെങ്കിലും അവന്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് അവളെ ഒറ്റയ്ക്കൊരു ദിവസം എനിക്ക് കാണാനായിട്ട് വിളിപ്പിക്കണം, അവളെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് എന്ന രീതിയിൽ ഭയങ്കര ഇതിലൊക്കെയാണ് ഇവർ നിൽക്കുന്നത്. ഇവർക്ക് ഒട്ടും തന്നെ മോണിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനുശേഷം യു മോണിനെയും കൂട്ടി വീട്ടിലേക്ക് എത്തുന്നു. പക്ഷെ ഇവൾ ഉറങ്ങിപ്പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവനും അവളെ അവിടെ കൊണ്ട് കിടത്തിയിട്ട് പോകാനായിട്ട് തുടങ്ങുന്നു. പക്ഷെ ഇവൾ അതിനു മുന്നേ ചൂടെടുത്തിട്ട് ഇവളുടെ ഡ്രസ്സൊക്കെ സ്വയം അഴിച്ചു മാറ്റാനായിട്ട് ഉറക്കത്തിൽ ശ്രമിക്കുകയാണ്. യു പെട്ടെന്ന് മോണിനെ എന്തായി ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഇവളെ അടക്കി കിടത്തി പതപ്പൊക്കെ മൂടി കൊടുക്കുന്ന സമയത്ത് ഇവനോട് ആരാടാ നീ, എന്നെ പിടിക്കാൻ മാത്രം നിനക്ക് ധൈര്യമായോ എന്ന് ചോദിച്ചു ഉറക്കത്തിൽ ഇവന്റെ മുഖത്തിന്റെ ഷേപ്പ് അടിച്ച് മാറ്റാണ്. അതിനുശേഷം നമ്മളെ പിറ്റേന്ന് രാവിലെയാണ് കാണുന്നത്. ഇവനിപ്പോ സ്വന്തം കാനഡയുടെ കയ്യിൽ നിന്നാണല്ലോ തല്ലി കിട്ടിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിയാൻ ഇവനെ നന്നായിട്ട് കളിയാക്കി ചിരിക്കാണ്. കണ്ണിന്റെ ആ ഒരു ഭാഗത്താണ് യുവിന് പരിക്ക് പറ്റിയിരിക്കുന്നത്. മാത്രമല്ല ഇത്രയും വലിയൊരു അതിക്രമം കാണിച്ചിട്ട് പോലും സിയാൻ ഇതുവരെയും മോണിനെ ആ ഒരു ജോലിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലല്ലോ. മുൻപും അങ്ങനെ പല സാഹചര്യങ്ങളും ഉണ്ടായിട്ട് പോലും. അതുകൊണ്ട് തന്നെ അങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് കൊണ്ട് എന്താ നിനക്ക് അവളെ അത്രയ്ക്കും ഇഷ്ടപ്പെട്ടോ, പെർമനന്റ് ആക്കാൻ താല്പര്യമുണ്ടോ, അതായത് വൈഫാക്കാനായിട്ട് ഉദ്ദേശമുണ്ടോ എന്ന രീതിയിൽ സിയാൻ ചോദിക്കുമ്പോൾ യു കറക്റ്റായിട്ട് അതിനൊരു മറുപടി കൊടുക്കുന്നില്ല. ഇവനിപ്പോ എന്തൊക്കെയോ ഫീലിങ്സ് മോണിനോട് നന്നായിട്ട് തന്നെ ഉണ്ട്. അത് മനസ്സിലാക്കി തന്നെ സിയാനും യു
അവൾ ഇത്രയും നാൾ നിന്റെ കൂടെ നിന്നിട്ട് നീ ഇതുവരെ അവളെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോലും ഇല്ലേ? അല്ല ഇനി നീ ടേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആണോ അടി കിട്ടിയത് അതോ അതിന് ശേഷമാണോ കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ അത് തമ്മിൽ ഇപ്പൊ എന്താ വ്യത്യാസമെന്ന് യു തിരിച്ചു ചോദിക്കാണ്. അപ്പൊ സിയാനും നീ അവളോട് അടുക്കാനായിട്ട് ചെന്നപ്പോഴാണ് നിനക്ക് അടി കിട്ടിയതെങ്കിൽ അവൾക്ക് നിന്നോട് ഒരു താല്പര്യവും കാണില്ല. പക്ഷെ അടുത്തതിന് ശേഷമാണ് തല്ലിയതെങ്കിൽ അത് തമാശയായിട്ട് എടുക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ എന്ന രീതിയിൽ പറയുമ്പോൾ എങ്കിൽ പിന്നെ അത് പരീക്ഷിച്ച് നോക്കണമല്ലോ. അവൾക്ക് എന്നോട് താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് അറിയണമല്ലോ എന്നൊരു ഡൗട്ട് ഇവന് വരികയാണ്. സിയാനും യുവനോട് നിനക്ക് അവളോട് ഇഷ്ടമാണെങ്കിൽ നീ മുന്നോട്ട് വെക്കോ, നിനക്ക് അവള് പെർഫെക്റ്റ് മാച്ച് ആയിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെയാ, അതുകൊണ്ട് നീ അവളെ വിട്ട് കളയണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് പോ എന്ന് പറഞ്ഞ് ഫുൾ മോട്ടിവേഷൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ യുവും പിന്നീട് ഇവളെ ശ്രദ്ധിക്കാനും ഇവൾ ഇവനോട് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങാണ്. പക്ഷേ ഇവനിങ്ങനെ പാത്തും പതുങ്ങി നോക്കുന്നതൊക്കെ മൂൺ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവനോട് വന്ന് അല്ല ബോസ് നിങ്ങൾക്ക് എന്താ വേണ്ടത്, എന്താ പ്രശ്നം, ഉച്ചയ്ക്ക് സ്പെഷ്യലായിട്ട് കഴിക്കാൻ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോൾ യു കുറച്ച് മടിച്ച് ഇവളോട് ഇവള് മുന്നേ തന്നെ ഇവനോട് ഇങ്ങോട്ട് വന്നിട്ട് നൈറ്റ് സർവീസ് വല്ലതും വേണോ എന്ന് ചോദിച്ചിരുന്നല്ലോ, ആ സർവീസ് തനിക്കിന്ന് വേണം, ഇന്ന് നൈറ്റ് വേണം എന്ന് പറയാണ്. അതായത് മോൻ ഉദ്ദേശിക്കുന്ന നൈറ്റ് സർവീസ് അല്ല ഇവൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ മോൻ അത് കേട്ട് അതിനെന്താ ചെയ്തു തരാമല്ലോ, നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക, അതിന് മുന്നേ ഞാൻ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ ഇവൻ ചോദിച്ച ഉടനെ തന്നെയാണല്ലോ ഇവളെ ചാടിക്കറി ഓക്കെ പറഞ്ഞിരിക്കുന്നത്. അതെന്തായിരിക്കും എന്നാണ് ഇവൻ ചിന്തിക്കുന്നത്. പക്ഷെ അതിനുശേഷമാണ് ഇവന് താൻ ഉദ്ദേശിച്ച നൈറ്റ് സർവീസ് അല്ല ഇവൾ ഉദ്ദേശിച്ചത് എന്ന കാര്യം മനസ്സിലാവുന്നത്. ഇവളെ മസാജും കാര്യങ്ങളും അങ്ങനത്തെ പരിപാടികളൊക്കെയാണല്ലോ ചെയ്തു കൊടുക്കുന്നത്. അത് കണ്ട് യോവും ഇവളോട് ഇതാണോ നിന്റെ നൈറ്റ് സർവീസ് എന്ന് ചോദിക്കുമ്പോൾ ഇവളും അതെ, അടുത്ത കാലത്തെ ബോസ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചത് എന്ന് പറയുമ്പോൾ യു ഇവളോട് നീ ശരിക്കും പൊട്ടിയാണോ അതോ പൊട്ടിയായിട്ട് അഭിനയിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഇവന്റെ മനസ്സിലുള്ള ആ ഒരു ഉദ്ദേശങ്ങളൊന്നും ഇവൾക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവളിങ്ങനെ അഭിനയിക്കുന്നതാണ് എന്ന് വിചാരിച്ച ശരിക്കുള്ള സർവീസ് എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഇവളുടെ അടുത്ത് റൊമാൻറ്റിക് ആവാനായിട്ട് ചെല്ലുന്നു. പക്ഷെ എന്നാൽ ആ സമയത്ത് ഇവളുടെ മുട്ടുകറി ഇവന്റെ മുട്ടിലിടിക്കാണ്. അത് ഇവന് നന്നായിട്ട് തന്നെ വേദന ആവുന്നു. മുൻ പെട്ടെന്ന് അറിയാതെ പറ്റിയതാണ് എന്ന് പറഞ്ഞ് സോറി ചോദിക്കുമ്പോൾ ഇവൻ അത്രയും ആ ഒരു മുട്ടിലെ വേദന വരാൻ കാരണം മുത്തശ്ശി ഒരുപാട് ശിക്ഷകളൊക്കെ മുന്നേ ഇവന് നൽകിയിട്ടുള്ളതാണല്ലോ, അതിന്റെ ഭാഗമായിട്ട് ഇടയ്ക്കൊക്കെ വരാറുള്ള ഒരു പെയിനാണിത്. പക്ഷെ മോൻ ഇവള് കാരണം ഉണ്ടായ വേദനയാണ് എന്ന് വിചാരിച്ച് ക്ഷമയും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇതിൽ നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, ഇത് പഴയ കഥകളാണ്, നിനക്ക് അത്രയ്ക്ക് സഹതാപം തോന്നുന്നെങ്കിൽ ജസ്റ്റ് എന്റെ കാലൊന്ന് മസാജ് ചെയ്താൽ മാത്രം മതി എന്ന് പറയുമ്പോൾ ഇവളും ഇവന്റെ മുട്ട് തടവി കൊടുക്കാണ്. ആ സമയത്ത് യോവിന് ഇവൾക്ക് തന്നോട് എന്തോ പ്രത്യേക കെയർ ഉണ്ട് എന്ന് തോന്നുന്നത് കൊണ്ട് തന്നെ അല്ല നീ എന്തിനാ എന്നോട് ഇത്ര കെയർ കാണിക്കുന്നത്, എന്നോട് ഇത്രയും നല്ല രീതിയിൽ നിൽക്കുന്നത് എന്ന രീതിയിൽ ഇവളോട് ഡയറക്റ്റായിട്ട് ചോദിക്കുമ്പോൾ ഇവളുടെ മനസ്സിലോട്ട് ആദ്യം വരുന്നത് നിങ്ങൾ എന്ത് സുന്ദരനാണ് എന്നാണ്. പക്ഷെ ഇവനോട് മറുപടി പറയുന്നത് എന്റെ ബോസ് അല്ലേ അതുകൊണ്ടാണ് എന്നാണ്. അപ്പൊ യോ ഇവളോട് തിരിച്ച് ബോസ് ആയതുകൊണ്ട് മാത്രമാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് അല്ല, നിങ്ങൾ എനിക്ക് പണം തരുന്ന ഒരു ദേവൻ കൂടിയല്ലേ അതുകൊണ്ടാണ് എന്ന രീതിയിൽ ഭയങ്കര നിസ്സാരമായിട്ട് പറയുമ്പോൾ സോ ആ ഒരു കാര്യം ആദ്യം കേൾക്കുമ്പോൾ താനൊരു പണക്കാരനായതുകൊണ്ടാണോ ഇവൾ കൂടെ നിൽക്കുന്നത് എന്നൊരു തോട്ട് വരുന്നുണ്ടെങ്കിൽ പോലും ഇവന്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇവളുടെ സന്തോഷം പൈസ ആണെങ്കിൽ അതിനുവേണ്ടി താൻ എത്ര രൂപ വേണമെങ്കിലും ചെലവഴിക്കാൻ തയ്യാറാണ് എന്ന രീതിയിൽ ഇവൻ പൂർണ്ണമായിട്ടും ഇവളെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവളോട് ഫുള്ള് പ്രേമമാണ്. അതുപോലെ തന്നെ മൂണിനും ഇവനോടും തിരിച്ച് നല്ല ഫീലിങ്സ് ഉണ്ട്. പക്ഷെ ബോസ് ആണ്, പുള്ളിക്കാരൻ എങ്ങനെയാണ് തന്നെ കാണുന്നതെന്ന് അറിയില്ല. താനൊരു സെർവൻ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ രീതിയിൽ കാണുന്നതായിരിക്കും. ബോസിന്റെ മനസ്സിൽ എന്താണ് പുള്ളിക്കാരനോട് ഇഷ്ടമുണ്ടോ എന്ന രീതിയിലൊക്കെ ഒരു ഭയങ്കര ഡൗട്ടിലായിട്ടാണ് ആ ഒരു കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. അതിനുശേഷം പിറ്റേന്ന് യു ആണെങ്കിൽ മോണിന് ഒരു ഗിഫ്റ്റ് കൊടുത്ത് അവളെ സന്തോഷിപ്പിക്കാനായിട്ട് ഒരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വരികയാണ്. ആ ഗിഫ്റ്റ് മറ്റൊന്നുമല്ല കോഴികളാണ്, അതും സിയാനോടൊപ്പം. അതുകൊണ്ട് സിയാൻ ഇവനോട് യോ നിനക്കെന്താ വട്ടാണോ, ഏതെങ്കിലും ഗേൾ ഫ്രണ്ടിന് ബോയ് ഫ്രണ്ട് കോഴിയെ ഗിഫ്റ്റ് ചെയ്യോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ മോൻ മറ്റൊന്നിനോടും ഒരു താല്പര്യം കാണിക്കുന്നതോ അല്ലെങ്കിൽ അവൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണെന്നൊന്നും ഇവനെ തോന്നിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിനക്കെന്താ അറിയാം, ഇതാണ് അവൾക്ക് ഇഷ്ടം, ഇത് നമ്മുടെ സ്വന്തം ഫാമിലെ കോഴിയാ. പിന്നെ നീ ഇപ്പൊ വിളിച്ചതുപോലെ അവളൊരു കാനറിന്ന് മാത്രം വിളിച്ചേക്കില്ല, ഭാവിയിലോ നിന്റെ സിസ്റ്ററിലോ ആവാൻ പോകുന്ന വ്യക്തിയാണ് എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ സിയാൻ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. പക്ഷെ ഇവന്റെ ഫാമിലി ഇത് അംഗീകരിക്കില്ലെന്ന് സിയാന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ യോ ഇതിൽ ഞാൻ ആരുടെയും സമ്മതം ചോദിക്കുന്നില്ല, എനിക്കതിന്റെ ആവശ്യമില്ല, അതൊന്നും തന്നെ ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. ഞാനൊരു റിങ് വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ട്, നല്ലൊരു മൊമെന്റ് നോക്കി ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യും, ബാക്കി വരുന്നിടത്ത് വെച്ച് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ടൈമിൽ തന്നെ ഇവനെ ഞാൻ വിളിച്ചിട്ട് മുത്തശ്ശി മോനെ നമ്മുടെ വീട്ടിലേക്ക് തട്ടിക്കൊണ്ട് വന്നിരിക്കുക. മുത്തശ്ശി ഇവളൊരു പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞ് വാശിയില്ല, ചേട്ടൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. സോ നമ്മളിപ്പോൾ ഇവരുടെ ആ ഒരു കുടുംബവീരാണ് കാണുന്നത്. അവരാണെങ്കിൽ ഇപ്പോൾ മോണിനെ ഉറക്കത്തിൽ നിന്ന് നേരെ ബെഡോടുകൂടി എടുത്തുകൊണ്ടാണ് ഈ ഒരു മുത്തശ്ശി വന്നിരിക്കുന്നത്. ഇവര് നേരത്തെ തന്നെ ഇവളെ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചതായിരുന്നല്ലോ. അതിനായിട്ട് ഒരുപാട് തവണ ആളെ വിട്ട് ഇവളെ വിളിപ്പിക്കാനും കാണാനൊക്കെ ആയിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷെ മോൻ വരാൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രയോഗം ഇപ്പോൾ പ്രയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു മുത്തശ്ശിയാണെങ്കിൽ ഇവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പാടാ ഇവളോട് പറയുന്നത് ഇവിടുത്തെ മരുമകളാകാനായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ഈ കുടുംബത്തിലെ നിയമങ്ങളെല്ലാം അനുസരിക്കണം, നീ ഡെയിലി ഇവിടെ വന്ന് എന്നെ വഴങ്ങണം, എനിക്ക് പറയുമ്പോഴൊക്കെ ഫുഡ് ഉണ്ടാക്കി തരണം. അടുത്ത ആഴ്ച ഇവിടെ കുടുംബത്തിൽ വലിയൊരു വിരുന്ന് നടക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് എത്തി അവർക്കുള്ള ഭക്ഷണവും വസ്ത്രവും എല്ലാ രീതികളും നീ കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവൾക്ക് ആദ്യം മുത്തശ്ശി പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. ആ ഒരു ഉറക്കത്തിന്റെ കെട്ട് മാറിയിട്ടില്ല. മാത്രമല്ല ഈ ഒരു കുടുംബത്തിലെ മരുമകളെ ഇവരെങ്ങനെയാണ് ആകുന്നത്, ഇവരെന്ത് പിച്ചുമ്പയാണ് പറയുന്നത് എന്ന രീതിയിലൊക്കെയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇവള് നിങ്ങളുടെ കഥാപ്രസംഗം കേൾക്കാനൊന്നും എനിക്ക് സമയമില്ല, നിങ്ങൾ എന്താന്ന് വെച്ചാൽ പറഞ്ഞോ, ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് ആ ഒരു മട്ടിൽ ഇറങ്ങി പോവാൻ എടുത്തു തുടങ്ങുന്നു. പക്ഷേ ഈ കളവി ഇവളെ വിടുന്നില്ല. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് ഇത് കാണിക്കും, മര്യാദക്ക് നീ ഞാൻ പറയുന്നത് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഇവള് അല്ല നിങ്ങൾ പറയുന്നത് ഞാൻ എന്തിനു കേൾക്കണം,
ഞാൻ ജസ്റ്റ് ഒരു ഞാനി മാത്രമാണ് എന്ന രീതിയിൽ സംസാരിക്കുന്നു. പക്ഷേ ഇവർ ഭയങ്കരമായിട്ട് ഇവരുടെ ആ ഒരു നിയമവും കാര്യങ്ങളൊക്കെ ഇവരുടെ തലയിൽ കെട്ടിവെച്ച് അനുസരിപ്പിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ മൂൺ ഇവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു നോർമൽ പെൺകുട്ടി അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് അതിനെതിരെ പ്രതികരിച്ച് വാദിച്ച് നിൽക്കുന്നുണ്ട്. അതൊന്നും തന്നെ ഈ ഒരു മുത്തശ്ശിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല, ആ ഒരു തട്ടിനുമുട്ട് സംസാരിക്കുന്നത്. സോ ഇവർക്ക് പണിഷ്മെന്റ് കൊടുക്കാനായിട്ട് പറഞ്ഞ്, അതായത് ഇവരുടെ മുന്നിൽ മുട്ടുകുത്തണം എന്ന് പറഞ്ഞിട്ട് കുറെ ഐസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാനായിട്ട് ഏർപ്പാട് ചെയ്യാണ്. അപ്പോഴും ഇവൾ അതിനെ തയ്യാറാവുന്നില്ല. ഞാൻ അതിന് നിങ്ങളുടെ മുന്നിൽ മുട്ടുകുത്തണം, നിങ്ങൾ ദൈവമൊന്നുമല്ലല്ലോ, എന്റെ പാരന്റ്സും അല്ല, അങ്ങനെ എന്റെ ആരും അല്ലാത്തവരുടെ മുന്നിൽ ഞാൻ എന്തിനു മുട്ടുകുത്തണം, അതിന്റെ ഒരു കാര്യമില്ല എനിക്ക് പറഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിലും ഇവർ ബലമായിട്ട് ആ ഒരു പണിഷ്മെന്റ് ഇവൾക്ക് നൽകാനായിട്ട് പോവുകയാണ്. പക്ഷെ ആ കറക്റ്റ് സമയത്ത് യു അങ്ങോട്ടേക്ക് എത്തുന്നു. എന്നിട്ട് ഇവൻ മുത്തശ്ശിയോട് വന്ന്, മോണിനിപ്പോ ഈ ഒരു ശിക്ഷ നൽകേണ്ട ഒരു കാര്യമില്ല, ഇവളിപ്പോ ഇവരുടെ ഫാമിലി മെമ്പർ ആയിട്ടൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഈ ശിക്ഷ എന്തായാലും താൻ ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറാണ്, അത് മോൻ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഇവൻ മുന്നോട്ട് ആ ഒരു പണിഷ്മെന്റ് ഏറ്റെടുക്കാനായിട്ട് വരികയാണ്. പക്ഷെ ആ ഒരു ഐസിന്റെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഇവന് വീണ്ടും പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നു. മുത്തശ്ശിവനെ ഒരുപാട് ശിക്ഷിച്ചിട്ടുള്ളതാണല്ലോ. അതിന് പ്രധാന കാരണം ഇവന്റെ അമ്മ മരണപ്പെട്ടതിന് ശേഷം ഇവരുടെ ഫാമിലിയിൽ നിന്ന് പുറത്താക്കിയതാണല്ലോ ഇവന്റെ അമ്മയെ. അങ്ങനെ ഇവരുടെ ഫാമിലിയിൽ നിന്ന് പുറത്താക്കുന്ന ആരെയും തന്നെ പ്രാർത്ഥനയിലോ പിന്നീട് അവർ മരിച്ചാൽ പോലും ഇവരുടെ പ്രാർത്ഥനയിൽ ഒന്നും തന്നെ ഉൾപ്പെടുത്തുകയോ അവരെ കുറിച്ച് ചിന്തിക്കുകയോ ഒന്നുമില്ല. അതൊക്കെ മുത്തശ്ശിയുടെ പോളിസിയിലാണ്. പക്ഷെ ഇവന്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അതറിഞ്ഞ് മുത്തശ്ശി എപ്പോഴും ഇവന് പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഇവനത് അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ തുടർച്ചയായി ചെയ്തിട്ടാണ് ഇവന്റെ മുട്ടിന് ഇപ്പോഴും ആ ഒരു പരിക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ ഇപ്പോഴും ഇവനത് ചെയ്യാനായിട്ട് പോവാണ്. പക്ഷെ ഇപ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് മോണിന് പറ്റില്ലല്ലോ. ഇവൾക്ക് ഭയങ്കര ദേഷ്യം വന്ന് ഇവൾ ഓട്ടനെ തന്നെ ചെന്ന് ആ ഒരു ഐസ് എല്ലാം തന്നെ തട്ടിത്തെറിപ്പിച്ച്, നിങ്ങൾക്ക് ഐസ് കൊണ്ട് കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലേ എന്ന് പറഞ്ഞ് അതെല്ലാം കൂടെ പൊട്ടിച്ച് ഇവർക്ക് നേരെ വാരി എറിയാനായിട്ട് തുടങ്ങാണ്. ആ തണുത്ത വെള്ളം എല്ലാം കൂടെ ദേഹത്ത് ചെന്ന് വീഴുക മാത്രമല്ല നന്നായിട്ട് വേദനിക്കാനും തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിനക്കെന്താ ഭ്രാന്താണോടി എന്ന് ചോദിച്ച് അവർ ഇവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. വയസ്സായി ഈ മുത്തശ്ശി പോലും പറന്ന് ആ ഒരു ഐസിന്റെ എറിയിൽ പെടാതെ ഓടുന്നുണ്ട്. അവിടെ വീണ്ടും യുവിനെ മൂൺ പ്രൊട്ടക്ട് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവന് ഭയങ്കരമായിട്ട് ഇവളോടുള്ള ആ ഒരു സ്നേഹം കൂടുകയാണ്. ശരിക്കും ഇവൾക്ക് അപ്പോൾ എന്നെ ഇഷ്ടം തന്നെയാണ് എന്നൊരു കൺഫേം ആയിട്ടുള്ള ചിന്ത മനസ്സിൽ തോന്നുന്നു. അങ്ങനെയാണല്ലോ മൂൺ ഇവന് വേണ്ടി അവിടെ പ്രതികരിക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും ഇവിടുത്തെ ആ ഒരു ബഹളമൊക്കെ കണ്ടുകൊണ്ട് യുവിന്റെ അച്ഛൻ അങ്ങോട്ടേക്ക് എത്തുകയാണ്. മുത്തശ്ശി ആഞ്ഞ ഓടിയതിന്റെ ഫലമായിട്ട് ഇവർക്ക് നല്ല അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ആവുന്നു. അച്ഛൻ പെട്ടെന്ന് ഇവർക്ക് വേണ്ട മരുന്നും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നു. ആ ഒരു ടൈമിൽ യു ഇവരോട്, ഇനി നിങ്ങൾ മൂണിനെ തൊടാനായിട്ട് ധൈര്യം കാണിച്ചാൽ കമ്പനിയുടെ എല്ലാ അധികാരങ്ങളും ഞാൻ ഉപേക്ഷിക്കും, കമ്പനി കാര്യത്തിൽ ഞാൻ പിന്നെ ഇടപെടയില്ല എന്ന് പറയുമ്പോൾ മോണിവനോട്, ബോസ് നിങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയില്ലേ, കമ്പനി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ അത് നിങ്ങൾക്ക് തന്നെയല്ലേ ദോഷം ചെയ്യുന്നത്, നഷ്ടം നിങ്ങൾക്ക് മാത്രമല്ലേ എന്ന് ചോദിക്കുമ്പോൾ യു ഇവളോട്, ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ആ ഒരു കമ്പനി ഏറ്റെടുത്ത് നടത്താനായിട്ട് ഏറ്റവും ക്യാപ്പബിൾ ആയിട്ടുള്ള വ്യക്തി യു മാത്രമാണ്. എന്റെ അച്ഛനും മുത്തശ്ശിക്കൊന്നും അത്ര തലയില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവനെ ആവശ്യമാണെന്ന് യുവിനെ നന്നായിട്ട് അറിയാം. അത് വെച്ചിട്ടാണ് ഇവനിപ്പോ ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. സോ അത് കേട്ട് മുത്തശ്ശി അവനോട്, ഈ ഒരു കാനറയ്ക്ക് വേണ്ടിയിട്ടാണോ നീ സ്വന്തം കുടുംബത്തിനോട് ഈ ദ്രോഹം ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ മൂന്നത് കേട്ട്, കാനറിയോ ഞാനോ എന്ന് ചോദിക്കാണ്. പക്ഷെ യു പെട്ടെന്ന് മുത്തശ്ശിയോട്, ഇവളെ കാനറി ആണെങ്കിലും എനിക്ക് ഇവളെ ഇഷ്ടമാണ്, ഞാൻ ഇവളെ തന്നെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്, അതിലാരും ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരു റിംഗ് എടുത്ത് ഇവളുടെ കയ്യിലിട്ട് കൊടുത്തിട്ട് ഇവളെ പ്രപ്പോസ് ചെയ്യാണ്. നീ ഒരു കാനറി ആണെങ്കിലും എനിക്ക് നിന്നെ വിവാഹം കഴിക്കാനായിട്ട് താല്പര്യമാണ്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ടൈമിൽ ആകെ കിളി പറഞ്ഞ് ഒന്നും മനസ്സിലാവാതെ ഇവളെ യഥാർത്ഥ സത്യം വെളിപ്പെടുത്താണ്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ബോസ്, നിങ്ങൾ പറയുന്നത് പോലെ ഞാനൊരു കാനറി അല്ല, ഞാൻ നിങ്ങളുടെ ഞാനിയല്ലേ എന്ന് പറയുമ്പോൾ യു മോണിനോട്, മോൻ നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് തന്നെ ഇഷ്ടമാണ്, എനിക്ക് തന്നെ ഇഷ്ടം തന്നെയല്ല, നീ അത് തുറന്ന് സമ്മതിച്ചേക്ക്, നീ കള്ളത്തിനൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ മോൻ, ഞാൻ പറയുന്നത് സത്യം തന്നെയാ, ഞാൻ കാനറി അല്ല, നിങ്ങളുടെ ഞാനിയാണ്, നിങ്ങളുടെ സഹോദരി തന്നെ എനിക്ക് ജോലി വാങ്ങി തന്നത്, ഇതിലേക്ക് റെക്കമെൻഡ് ചെയ്തത്, ഈ ഒരു അവസരം തന്നത് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് അല്ലായിരുന്നല്ലോ ഇവൾക്ക് അന്ന് അവസരം നൽകിയത്. ഇവർ രണ്ടുപേരും പരസ്പരം പറഞ്ഞ കാര്യം തെറ്റിദ്ധരിച്ചിട്ടാണ് ആ ഒരു ജോലിക്കാര്യം ഷെയർ ചെയ്തത്. ഞാൻ വിചാരിച്ചത് ഇവൾ ആ ഒരു കാനറി പോസ്റ്റിലേക്കായിരിക്കും ജോലി ചോദിച്ചത് എന്നാണ്. മൂൺ അതുപോലെ നേരെ തിരിച്ച് ജസ്റ്റ് ഒരു തത്വം പറഞ്ഞതിന്റെ പുറത്താണ് ഇവൾ അതൊരു ജോലി ആയിരിക്കും, ഞാനിയുടെ ജോലി ആയിരിക്കും എന്ന് വിചാരിച്ച് ഏറ്റെടുത്തത്. ഇപ്പോഴാണ് ഇവർക്ക് എല്ലാം തന്നെ സത്യാവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെടുന്നത്. അപ്പോ അത് കേട്ട ഇവളോട്, അപ്പോ നീ എന്നോട് കാണിച്ച സ്നേഹവും കെയറും എല്ലാം അതിന്റെ പുറത്തായിരുന്നല്ലേ, നിനക്ക് ശരിക്കും ഇപ്പൊ എന്നോട് ഇഷ്ടം ഉണ്ടായിരുന്നില്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ, യഥാർത്ഥത്തിൽ അങ്ങനെയല്ലല്ലോ, ആദ്യമൊക്കെ ഇവനെ ഇംപ്രസ് ചെയ്യാനും ആ ഒരു ജോലിയിൽ പിടിച്ചു നിൽക്കാനൊക്കെ ആയിട്ടാണ് ഇവൾ ശ്രമിച്ചതെങ്കിൽ പിന്നീട് ഇവൾക്കും ഇവനോട് ഫീലിങ്സ് തോന്നി തുടങ്ങിയിരുന്നല്ലോ. ഇപ്പോൾ യു ആയിട്ട് തന്നെ ഡയറക്റ്റ് ആ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവളും ഇവളുടെ മനസ്സിലുള്ള ആ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ പറയാനായിട്ട് വരുന്നു. പക്ഷെ അതിനിടയ്ക്ക് ഈ ഒരു സ്റ്റെപ്പ് മദർ ഇടയ്ക്കേറിയിട്ട്, നീ ഒരു ഞാനാണെങ്കിൽ നീ ഒരിക്കലും യുവിന്റെ സ്റ്റാറ്റസിന് പറ്റിയ ഒരു പെൺകുട്ടിയല്ല, ഈ വിവാഹം ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്നു. അതുപോലെ മുത്തശ്ശിയും, എന്തായാലും ഈ ഒരു തെറ്റിദ്ധാരണ വന്ന സ്ഥിതിക്ക് ഞാൻ നിന്നെ ഒരു കല്യാണത്തിന് നിർബന്ധിക്കുകയില്ല മോനെ, നീ കമ്പനി അധികാരമൊന്നും വേണ്ടാന്ന് വെക്കരുത് എന്ന് പറയുമ്പോഴും ഇവളുടെ ആ ഒരു മറുപടി കംപ്ലീറ്റ് ആക്കിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ യുവിന് ഭയങ്കര ദേഷ്യമെന്ന്, ഇവൾ ഇത്രയും നാള് ഇവനെ ചതിക്കായിരുന്നു എന്ന രീതിയിലൊക്കെ ആ ഒരു കാര്യങ്ങൾ എടുത്തിട്ട് ഭയങ്കര ദേഷ്യത്തില്ല ഇവളോട് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഇവൾക്ക് ഒന്നും പറയാനോ ചെയ്യാനോ പറ്റുന്നില്ല. അതിനുശേഷം ഇവൾക്ക് പിന്നെ ആ വീട്ടിൽ നിൽക്കാനും തോന്നില്ല.
സോ ഇവൾ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് ഈ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോഴാണ് ഇവൾക്ക് യുവിനോട് ഒപ്പമുള്ള ഈ ഒരു ചെറിയ കാലയളവിലുള്ള ജീവിതത്തിൽ ഇവൾ എന്തുമാത്രം അവനെ ഇഷ്ടപ്പെട്ടിരുന്നു, അവനെ കെയർ ചെയ്തിരുന്നു, ഇവൾക്ക് എന്തോ ഒരു ഫീലിങ്സ് അവനോടുണ്ടായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത്. പക്ഷെ ഇവളെ പോലൊരു വ്യക്തി അവനെ ഇഷ്ടപ്പെടുന്നത് അവന് തന്നെ ഒരു കുറച്ചിലായിട്ട് തോന്നിയേക്കാം. മാത്രമല്ല ഇപ്പോഴത്തെ സംഭവങ്ങൾ വെച്ചിട്ട് യുവിന് ഇവളുടെ കൂടെ നിൽക്കുന്നതോ ഇവളുടെ മുഖത്ത് നോക്കാനോ ഒന്നും തന്നെ സാധിക്കില്ല. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ ഒരു റിങ് വരെ ഇവൻ ഇട്ടുകൊടുത്ത റിങ് വരെ അവിടെ ഊരി വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് തുടങ്ങുമ്പോൾ അത് കണ്ടുകൊണ്ട് യു അങ്ങോട്ടേക്ക് വന്ന് അല്ല നീ എന്തായി ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് ബോസ് ഞാൻ ഈ ജോലി രാജിവെക്കാണ് എന്ന് പറയാണ്. പക്ഷെ യുവിന് ആ ഒരു സമയത്ത് ഇവളോട് ദേഷ്യം തോന്നി എങ്കിൽ പോലും ഇവൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകാനൊന്നും ഇവൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവളോട് നിനക്കിവിടെ തുടർന്നൂടെ എന്ന് ചോദിക്കുന്നു. പക്ഷേ ഇവളിവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവനോട് ഇവൾ കൂടുതൽ അടുത്തു പോകും, ഇവന്റെ ലൈഫിൽ കൂടുതൽ ഇവള് കാരണം പ്രശ്നങ്ങൾ സംഭവിക്കും. ആ ഒരു മുത്തശ്ശി പല രീതിയിൽ ഇവനെ ഉപദ്രവിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഇല്ല എനിക്ക് പോയേ പറ്റൂ, ഈ മാസത്തെ ശമ്പളം കട്ട് ചെയ്താലും കുഴപ്പമില്ല, എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണം, അവിടെ എന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചേക്കാം എന്നൊരു കള്ള ഇവള് പറയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഇവന്റെ മനസ്സിൽ ശരിക്കും ഇവളോട് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് ഇവൾക്ക് തന്നെ വിശ്വാസം വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവളോട് ഇവൻ ഇപ്പൊ പോകണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇവനെ ശരിക്കും ഇവളോട് ഇഷ്ടമുണ്ട്, ഇവൾ ഇവിടെ തന്നെ നിൽക്കും, ഇവർക്കൊരു ഫ്യൂച്ചർ ഉണ്ടാകും. ആ ഒരു ഉത്തരം പ്രതീക്ഷിച്ചിട്ടാണ് ഇവൾ ആ ഒരു കാര്യം കള്ളത്തരം പറയുന്നത്. പക്ഷെ ഇവളുടെ വിവാഹ കാര്യമൊക്കെ പറയുന്നത് കേട്ട് ഇവൻ ഭയങ്കരമായിട്ട് തകർന്നു പോവാണ്. ഇവൾക്ക് പോകണം എന്നൊരു വാശിയിലാണല്ലോ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ ഭയങ്കര കോടീശ്വരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു പെൺകുട്ടിയുടെ മുന്നിൽ അത്രയും താഴ്ന്നു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് മനസ്സിൽ പെട്ടെന്നൊരു അഹങ്കാരം കയറി വന്നിട്ട് ഇവന്റെ അകത്ത് ഫുള്ള് വിഷമമാണെങ്കിൽ അത് പുറത്ത് കാണിക്കുന്നില്ല. ശരി നീ പോക്കോ, നീ പോയി വിവാഹം കഴിച്ചോ, എന്റെ വിവാഹ സമ്മാനമായിട്ട് ഞാൻ നിനക്ക് ഈ മാസത്തെ സാലറി വേണമെങ്കിൽ അധികം തന്നേക്കാം, എത്രയും പെട്ടെന്ന് പോക്കോ എന്നൊക്കെ ഭയങ്കര പുച്ഛത്തിൽ അഹങ്കാരത്തിൽ സംസാരിക്കുമ്പോൾ ഇവൾ അതല്ലല്ലോ കേൾക്കാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ദേഷ്യം വന്നിട്ട് ഇവനോട് ഒന്നും പറയാതെ അവിടെ നിന്ന് ഇവൾ ഇറങ്ങി പോവാണ്. അതുപോലെ തന്നെ അവൾ ഇറങ്ങിപ്പോയത് കണ്ട് അവൾക്ക് ശരിക്കും ഇവനോട് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ അവൾ അങ്ങനെ ഇറങ്ങി പോകില്ലായിരുന്നല്ലോ എന്നാണ് യുവും ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ട് അവരവിടെ ബ്രേക്ക് ആവുകയാണ്. പക്ഷെ അതിനുശേഷം ഇവൾക്ക് ഇപ്പോൾ ഒരു സമാധാനവും കിട്ടുന്നില്ല. ഇവളെ യുവനോട് പറഞ്ഞതുപോലെ നാട്ടിലേക്കൊന്നും പോയിട്ടില്ല. പക്ഷെ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, വല്ലാത്തൊരവസ്ഥയിൽ പെട്ടിരിക്കുകയാണ്. ഇവൾക്ക് യുവനെ ഇപ്പോൾ അത്ര ഇഷ്ടമാണ്. പക്ഷെ അവൻ ഇവളെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലോ എന്ന കാര്യത്തിൽ ഇവള് ഭയങ്കര ഡൗട്ടിൽ നിൽക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു സമാധാനം കിട്ടുന്നില്ല. അപ്പോഴേക്കും ഇവളെ ഞാൻ വിളിച്ചിട്ട് പെട്ടെന്ന് ഇവർ തമ്മിൽ അത്യാവശ്യം കമ്പനിയൊക്കെ ഉള്ളതായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ വിളിച്ചിട്ട് ഇവൾക്ക് പുതിയൊരു ജോലി വന്നിട്ടുണ്ട്, നല്ല ശമ്പളം കിട്ടും എന്ന് പറയുമ്പോൾ നേരത്തെ സംഭവിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മോൻ ഇവളോട് എനിക്ക് നിന്റെ ഒരു ജോലിയും വേണ്ട എന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് പോകാനായിട്ട് തുടങ്ങുന്നു. പക്ഷെ ഞാൻ പെട്ടെന്ന് ജസ്റ്റ് നീ ഒരാളുടെ ഗേൾ ഫ്രണ്ട് ആയാൽ മതി, അവന്റെ പാരന്റ്സിന് മുന്നിൽ വേറൊരു മാരേജിന് രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രം 2 മില്യൺ കിട്ടും എന്ന് പറയുമ്പോൾ ആ ഒരു പൈസയുടെ കാര്യം വീണ്ടും വരുന്നത് കൊണ്ട് തന്നെ ഇവളെ ചാടി കയറി ഓക്കെ പറയുന്നു. പക്ഷെ ഫോൺ വെച്ചിട്ട് ഇവള് പറഞ്ഞതിനെ കുറിച്ച് ഓർത്ത് ഇവൾക്ക് കുറ്റബോധമൊന്നും വരുന്നില്ല. കാരണം പൈസ ആണല്ലോ വേണ്ടത്. ഇവൾക്ക് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കണം. യുവിന്റെ മിസ്ട്രസ് ആവാനായിട്ട് തനിക്ക് എന്തായാലും ഒരു യോഗ്യത വേണം, അതിന് പണമാണ് വലുത് എന്ന രീതിയിൽ ഇവൾ ആ ഒരു ദൗത്യം ഏറ്റെടുക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒരുപാട് പൈസ ഉണ്ടാക്കണം എന്ന രീതിയിൽ. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു മാസ്റ്റർ പ്ലാൻ ആണ്, യുവിനെയും മൂണിനെയും വീണ്ടും കണക്ട് ആക്കാനായിട്ടുള്ള ഒരു പ്ലാൻ. അതുകൊണ്ട് തന്നെ ഇപ്പൊ സിയാൻ യുവിനെയും കൂട്ടി മൂന്നുള്ള സ്ഥലത്തേക്ക് മനഃപൂർവ്വം തന്നെ എത്തിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇവനെയും കൂട്ടി മറ്റൊരു പെണ്ണിനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് പോകുന്ന ടൈമിൽ അവിടെ വേറൊരു റൂമിൽ മൂൺ മറ്റൊരു പയ്യനോടൊപ്പം അവന്റെ ഫാമിലിയോടൊപ്പം ഇരിക്കുന്നത് കാണുകയാണ്. അത് കണ്ട് വീണ്ടും ഇവന്റെ കീഴിൽ വറക്കുന്നു. സിയാനും മനഃപൂർവ്വം തന്നെ അയ്യോ ഇത് നമ്മുടെ മൂണല്ലേ, ഇവളെന്താ മിസ്റ്റർ ജിയാങ്ങിനോടൊപ്പം, ഇവ മഹാപെണ്ണോടിയാണല്ലോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ യു പെട്ടെന്ന് തന്നെ അത് കണ്ട് ഇവരുടെ അടുത്തേക്ക് ഓടുകയാണ്. അപ്പോഴേക്കും ഇവരുടെ ആ ഒരു ആക്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ജിയാങ്ങിന്റെ പാരന്റ്സ് ഒക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞു. ആ സമയത്ത് ഇവളോട് ഈ ജിയാങ് എന്ന് പറയുന്ന വ്യക്തി എനിക്ക് ശരിക്കും ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ല, എന്റെ പാരന്റ്സിന് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു, അങ്ങനെയാണെങ്കിൽ നമുക്ക് റിയൽ ആയിട്ട് കല്യാണം കഴിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ മോൻ അതിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് വേറെ ആളെ ഇഷ്ടം, നമ്മൾ തമ്മിലുള്ളത് മുതലാളി തൊഴിലാളി ബന്ധം മാത്രം, നിങ്ങൾ എനിക്ക് തരാന്ന് പറഞ്ഞ 2 മില്യൺ എത്രയും പെട്ടെന്ന് എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തോ എന്ന് പറഞ്ഞ് അവരുടെ ഡീലിംഗ്സിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ആ ഒരു പൈസ കൈമാറാനായിട്ട് തുടങ്ങുമ്പോഴേക്കും കറക്റ്റ് യു അങ്ങോട്ടേക്ക് കയറി വരാണ്. ഇവനെ അവിടെ കണ്ട് ഇവള് നന്നായിട്ട് തന്നെ ഷോക്കാവുന്നു. അതുപോലെ തന്നെ യു മൂണിനോട് നീ നാട്ടിൽ പോയി വിവാഹം കഴിക്കുന്നതല്ലേ പറഞ്ഞത്, ഇവനാണോ നീ വിവാഹം കഴിക്കാൻ തിരഞ്ഞെടുത്തത് എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ മോൻ ഇവളുടെ കള്ളത്തരങ്ങൾ പൊളിയാതിരിക്കാനായിട്ട് ഇവന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അതെ എന്ന് പറയാണ്. അത് യുവിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ ജിയാങ്ങിനും ഇവർ തമ്മിൽ എന്താ ബന്ധം എന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ യുവ് ആരാണ് എന്താണ് എന്ന കാര്യങ്ങളൊക്കെ ജിയാങ്ങിന് അറിയാം. സോ എന്തായാലും ഇത്രയും വലിയൊരു വ്യക്തിയെ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് ജിയാങ് അതിന്റെ ഒരു സൽക്കാരമായിട്ട് മദ്യവും കാര്യങ്ങളൊക്കെ യുവിനെ ഒഴിച്ചെടുക്കാനായിട്ട് പോകുന്നു. പക്ഷെ മൂൺ അതിനെ സമ്മതിക്കുന്നില്ല. യു അങ്ങനെ മദ്യം കഴിക്കാത്ത അഥവാ കഴിച്ചാൽ വയറുവേദനയും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അത് വേണ്ടാന്ന് പറഞ്ഞ് തർക്കിച്ച് നിൽക്കുകയാണ്. പക്ഷെ യു ആണെങ്കിൽ ഇവളുടെ ആ ഒരു കെയർ മനസ്സിലാക്കാനായിട്ട് തന്നെ തനിക്ക് വേണം, തനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അത് കുടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ മൂൺ ഒട്ടും തന്നെ അതിനെ സമ്മതിക്കുന്നില്ല. ഇവള് ഭയങ്കര കെയറിങ്ങിലാണ് അതിനെ നോ പറയുന്നത്. ഇവനെ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ ഇവൾ ഇവനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഓർത്തിരിക്കാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവളെ സംസാരിക്കുന്നത് കേട്ട് യുവിന് ഉള്ളിൽ നല്ല സന്തോഷമാവുന്നുണ്ട്. ഇവളോട് അതിനെപ്പറ്റി ചോദിക്കുകയും ചെയ്യുന്നു. നീ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ പോകുന്നെങ്കിൽ എന്റെ കാര്യത്തിൽ എന്തിനാണ് കെയർ കാണിക്കുന്നതെന്ന്.
ആ ഒരു ചോദ്യം കേട്ട് ഇവൾക്ക് മറുപടി കൊടുക്കാൻ ആവാത്തത് കൊണ്ട് തന്നെ റെസ്റ്റ് റൂമിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഇവള് നേരെ പുറത്തേക്ക് വരാണ്. ഇവളുടെ അടുത്തിപ്പോ യു കറക്റ്റ് ആയിട്ട് എത്തിപ്പെട്ടിരിക്കുകയാണല്ലോ. ഈ ഒരു കുരുക്കുണ്ടാക്കി വെച്ചത് യാനും യു ഇങ്ങോട്ട് എത്തിയത് യാനിന്റെ അറിവോടെ ആയിരിക്കണം എന്ന് മനസ്സിലാക്കി അവളെ വിളിച്ചത് ക്ലിയർ ആക്കാനായിട്ട് കോൾ ചെയ്യുന്നു. പക്ഷെ അവൾ കോൾ കൊടുക്കുന്നില്ല, ഇവൾ അയക്കുന്ന മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നില്ല, ഇവളെ ബ്ലോക്ക് ആക്കാണ്. സോ മൂണും ദേഷ്യത്തിൽ തിരിച്ചു വരുമ്പോ അവിടെ ഈ ജിയാങ് ഉണ്ടായിരുന്നില്ല. അയാൾ അവിടെ പോയി എന്ന് യുവിനോട് ചോദിക്കുമ്പോൾ യു ഒരു കൂസലില്ലാതെ ഞാൻ അവന് 5 മില്യൺ കൊടുക്കാം, നിന്നെ വിവാഹം കഴിക്കണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവനത് വാങ്ങി ഓടിപ്പോയി എന്ന് പറയുമ്പോൾ അത് കിട്ടി ഇവൾക്ക് ഭ്രാന്ത് പിടിക്കാണ്. ഇവർ തമ്മിൽ പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇവൾക്ക് അവൻ കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ പോലും കൊടുക്കാതെയാണ് പോയേക്കുന്നത്. ഇപ്പൊ മൊത്തം 70 ലക്ഷം രൂപയാണ് നഷ്ടം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൂൺ യുവിനോട് നിങ്ങൾക്ക് എന്താ മനുഷ്യ ഭ്രാന്തായിരുന്നോ, നിങ്ങൾക്ക് ഇത്ര ബോധമില്ലേ, എത്ര പൈസ നിങ്ങൾ കൊണ്ട് കളഞ്ഞത്, ലോകത്തിലെ ഏറ്റവും വലിയ പൊട്ടം നിങ്ങൾ തന്നെയാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് തേറി വിളിച്ച് ഇവൾ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവാണ്. അപ്പോൾ അത് കണ്ട് യുവിന് വീണ്ടും ഒന്നും മനസ്സിലാവുന്നില്ല. ഇവളിപ്പോ എന്തിനാ എത്ര പ്രശ്നം ഉണ്ടാക്കിയത്, പൈസയുടെ കാര്യം മാത്രമല്ല അവളിപ്പോ സംസാരിച്ചിട്ട് പോയത്, എനിക്ക് അവളെ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ആ ഒരു വിവാഹം മുടക്കിയത്, ഇവൾക്കത് മനസ്സിലാവാത്തത് എന്ന രീതിയിലാണ് ഇവന്റെ മനസ്സിലേക്ക് ചിന്ത വരുന്നത്. സോ അതിനുശേഷം ഇവൻ ആ ഒരു കാര്യം യാനിനോടും സിയാനോടൊക്കെ പറയാണ്. അവൾക്ക് ശരിക്കും എന്നോട് താല്പര്യമൊന്നും ഉണ്ടാവില്ല, ഞാനായിട്ട് വെറുതെ അവളുടെ പിന്നാലെ പോകുന്നതാണ് എന്ന രീതിയിലേക്ക് സംസാരിക്കുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഇഷ്ടങ്ങളുണ്ട് എന്ന കാര്യം ഇവർക്ക് രണ്ടുപേർക്കും ഓൾറെഡി മനസ്സിലായതാണ്. അതുകൊണ്ട് തന്നെ ചേട്ടാ അവള് പൈസയുടെ കാര്യം അനാവശ്യമായിട്ട് ചെലവാക്കിയെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയെങ്കിൽ അവിടെ നമുക്കൊരു ഹോപ്പുണ്ട്. മോൻ ചേട്ടന്റെ വൈഫിന്റെ സ്ഥാനത്ത് നിന്നാണ് സംസാരിച്ചിരിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തേക്ക് വരാനായിട്ട് അവളുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആ ഒരു കാര്യം സംസാരിച്ചത്. ചേട്ടന്റെ പണം അവളുടെ പണമായിട്ടാ കരുതുന്നത്. അതുകൊണ്ട് ഇനിയും വെച്ച് താമസിപ്പിക്കേണ്ട, നിങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക, ചേട്ടന്റെ ഇഷ്ടം അവളോട് തുറന്നു പറഞ്ഞേക്ക് എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ പറയുമ്പോൾ എങ്കിൽ പിന്നെ അങ്ങനെ ആയിരിക്കും എന്നോർത്ത് ഇവനും ആശ്വസിക്കുകയാണ്. പക്ഷെ ഇവൾ ഭയങ്കര ദേഷ്യത്തിലാണ് വീട്ടിലേക്ക് വരുന്നത്. വലിയൊരു എമൗണ്ട് ആണല്ലോ ഇവൾക്ക് നഷ്ടമായത്. മാത്രമല്ല യോ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് ഇവൾക്ക് മനസ്സിലാവുന്നില്ല. ഇവളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ, ഇവൾക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ, ഇവളോടുള്ള ഇഷ്ടം കാരണമാണോ എന്നൊന്നും അറിയില്ല. വല്ലാത്തൊരവസ്ഥയിൽ ഇവള് വീണ്ടും വിട്ടിരിക്കുകയാണ്. പക്ഷെ അന്നത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവളോട് പ്രതികാരം ചോദിക്കാനാണ് ഇനി ആ ഒരു 50 ലക്ഷം ചെലവാക്കിയതെങ്കിൽ അവൻ എന്തായാലും ഇവളോടായിരിക്കും ആ ഒരു തുക ഇനി ചോദിക്കാനായിട്ട് പോകുന്നത്. അതാലോചിച്ച് ഇവൾക്ക് ഇപ്പോൾ ടെൻഷൻ ആവാണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവൾക്ക് എടുത്തെടുക്കാനായിട്ട് ഒരു തരി പൈസ ഇല്ല. കറക്റ്റ് ആ ടൈമിൽ യു ആണെങ്കിൽ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഇവളെ വിളിക്കാണ് ആ ഒരു കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാനായിട്ട്. എന്നാൽ ഇവള് വിചാരിക്കുന്നത് ആ ഒരു 50 ലക്ഷം തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്താനായിരിക്കും വിളിക്കുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ ഇവൾ ഫോൺ കട്ട് ചെയ്ത് അവനെ പിടിച്ച് ബ്ലോക്കും ചെയ്യുന്നു. ഇവനൊന്നും മനസ്സിലാവുന്നില്ല. ഇവർക്കാണെങ്കിൽ ഇനി എന്ത് പറഞ്ഞ് ഇവനെ മോട്ടിവേറ്റ് ചെയ്യും എന്നൊരു അറിവും ഇല്ലാതെ ഇരിക്കുകയാണ്. അതിനുശേഷം നമ്മളെ പിറ്റേന്നാണ് കാണുന്നത്. ഇവളെ ഇപ്പോൾ ഇവളുടെ അടുത്തേക്ക് മുത്തശ്ശി നേരിട്ട് കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. അതും നേരത്തെ പോലെ ഭയങ്കര കർക്കശക്കാരിയോ അഹങ്കാരിയായിട്ടുള്ള സംസാരത്തിലൊന്നും അല്ല. വളരെ നോർമലായിട്ട് ഭയങ്കര സ്നേഹമുള്ള രീതിയിലാണ് ഇവർ പെരുമാറുന്നത്. ആ ഒരു പെരുമാറ്റം കണ്ട് ഇവൾക്ക് തന്നെ വിശ്വസിക്കാനാവുന്നില്ല. ഇവർ വളരെ സ്നേഹത്തിൽ ഇവളോട് നീ പേ ഫാമിലിയിലേക്ക് തിരിച്ചു വരണം, എന്ന് യുവിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ മോൻ ഇല്ല മുത്തശ്ശി, ഞാൻ എന്തായാലും ഇനി അങ്ങോട്ടേക്കല്ല, ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവാം, ഇനി എനിക്ക് ആ ജോലി വേണ്ട എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇവർ മനസ്സിലൊരു കാര്യം ചിന്തിക്കുകയാണ്. ഇവർ ശരിക്കും എന്തിനാണ് ഇത്ര നല്ല രീതിയിൽ ഇവളോട് പെരുമാറുന്നതെന്ന് വെച്ചാൽ ഇന്നലെ യു ഇവരെ കാണാനായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവരോട് ഇവര് കാരണമാണ് മോൻ ഇവനെ വിട്ടിട്ട് പോയത്, അവള് വീട്ടിലേക്ക് വരാതിരിക്കുന്നത്, അതുകൊണ്ട് അവളെ എങ്ങനെയെങ്കിലും മുത്തശ്ശി തിരിച്ചുകൊണ്ട് വന്നേ പറ്റൂ, ഇല്ലാത്ത പക്ഷം ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ ഉണ്ടാവില്ല, ഞാൻ സിഒ സ്ഥാനം രാജിവെക്കും എന്തൊക്കെ പറയുമ്പോൾ ഇവര് നല്ലോണം അത് കേട്ട് പേടിക്കാണ്. അതുകൊണ്ട് തന്നെ ആ പേടിയിൽ കമ്പനിയുടെ സിഒ സ്ഥാനം അവൻ ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവളുടെ കാല് പിടിച്ച് ഇവളെ തിരിച്ചുകൊണ്ടുവരാനായിട്ട് ഇവരിപ്പോ എത്തിയിരിക്കുന്നത്. പക്ഷെ ഇവൻ എന്തൊക്കെ പറഞ്ഞിട്ടും ഇവള് വരാൻ കൂട്ടാവുന്നില്ല. നിങ്ങൾ എത്ര ലക്ഷം തന്നാലും ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല മുത്തശ്ശി എന്ന് പറയുമ്പോൾ മുത്തശ്ശി മോളെ എനിക്ക് ഒരുപാട് പൈസ നിന്നെ വിലയ്ക്ക് വാങ്ങണമെന്നുണ്ട്, പക്ഷെ ഞങ്ങളിപ്പോ ദരിദ്രാവസ്ഥയിലായിരിക്കാം, ഞങ്ങളുടെ കമ്പനി ഫുള്ള് പൊട്ടി പാളീസായി, നീ പോയ വിഷമത്തില് യു ഇപ്പൊ കമ്പനിയിലോട്ടും വരാറില്ല, അച്ഛൻ ഏറ്റെടുത്ത് എല്ലാം കൊളമാക്കി, എല്ലാ പ്രോജക്റ്റും നമുക്ക് നഷ്ടമായി, നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ നഷ്ടപ്പെട്ടു, ഒരുപാട് കടം വന്നിരിക്കുക, നീ വിചാരിക്കുന്ന പോലെ അത്ര സ്മൂത്ത് ആയിട്ടൊന്നുമല്ല നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത്, യു ആരോട് സംസാരിക്കാറില്ല, അവന് തീരെ സുഖമില്ല, ഡോക്ടർ പറഞ്ഞത് അവന്റെ ആരോഗ്യം വളരെ മോശമാണെന്നാ, ഹൃദയമെടുപ്പ് പോലും ഏത് നിമിഷവും നിന്നേക്കുന്ന രീതിയിലൊക്കെ, അവൻ ആഹാരം കഴിക്കുന്നില്ല, എപ്പോഴും നിന്റെ വിചാരം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ കെട്ടുകഥകൾ പറയുമ്പോൾ ഇവൾക്ക് അത് വിശ്വസിക്കാനാവുന്നില്ല. അല്ല ഞാൻ അങ്ങനെ ആ വാർത്തയൊന്നും എവിടെയും കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ ചെക്കാനായിട്ട് പോകുന്നു. പക്ഷെ ഇവരത് തടഞ്ഞിട്ട് അതിപ്പോ പുറത്താരും അറിഞ്ഞിട്ടില്ല മോളെ, ഞങ്ങളത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക, പുറത്തറിഞ്ഞാല് ഞങ്ങൾക്ക് തന്നെയല്ലേ നാണക്കേട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് യുവിന്റെ അവസ്ഥ മോശമാക്കി സംസാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവൾക്കും മനസ്സ് വിങ്ങി പൊട്ടിയിട്ട് പെട്ടെന്ന് തന്നെ യുവിനെ കാണാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു. ഇവന്റെ വീട്ടിലേക്ക് വരുമ്പോൾ യു അതിലും ഭയങ്കരമായിട്ട് അഭിനയിച്ച് സുഖമില്ലാത്ത പോലെ കിടക്കാണ്. ആദ്യം ഇവൾക്കും അത് കണ്ട് വിശ്വാസമായിട്ട് ഇവനോട് വന്ന് അല്ല നിങ്ങൾക്ക് എന്താ പറ്റിയത്, വയറുവേദനയുണ്ടോ, കാലുവേദനയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ യുവിന് ഇവനെ കാണാൻ വേണ്ടി എത്തിയല്ലോ, ഇവൾക്ക് എന്തായാലും എന്നോട് ഇഷ്ടം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ ഒരു കള്ളച്ചിരി ചിരിക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഇവളുടെ കണ്ണിൽ പെടുകയാണ്. സോ ഇവൻ അടവെടുത്ത് കിടക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അല്ല ഇത് ശരിക്കും ഒറിജിനൽ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ യു ഭയങ്കരമായിട്ട് അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവള് എങ്കിൽ പിന്നെ ഞാൻ നിങ്ങളെ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടു പോകാൻ പോവാ, ഈ അസുഖത്തിന് എന്തായാലും ഞാൻ ട്രീറ്റ്മെന്റ് എടുപ്പിക്കും, പിന്നെ കയ്യിലും കാലിലും എവിടെയൊക്കെ സൂചി കയറ്റാൻ പറ്റോ അവിടെയെല്ലാം ഞാൻ കയറ്റിപ്പിക്കും, പിന്നെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവള് ഭയങ്കരമായിട്ട് ഇവൾ കൊടുക്കാൻ പോകുന്ന ട്രീറ്റ്മെന്റിനെ പറ്റി ഭയങ്കര കൊടൂരമായിട്ട് അവതരിപ്പിക്കുമ്പോൾ യു അത് കേട്ട് നന്നായിട്ട് പേടിക്കാണ്. ഇവൾക്ക് വട്ടെടുത്ത് ഇവൾ അതുമെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇവന്റെ കാര്യം കട്ടപ്പൊക്ക. അതുകൊണ്ട് തന്നെ ഇല്ല എനിക്ക് എന്താണെന്നറിയില്ല ഇപ്പൊ നല്ല ആശ്വാസം തോന്നുന്നുണ്ട്,
എവിടെയും പോകണ്ട കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഇവൾക്ക് ഭയങ്കര ദേഷ്യവരാണ്. ഇവളെ വരുത്തിക്കാൻ വേണ്ടി വയ്യാതെ നടന്ന് പറ്റിച്ചതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇവൾ അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് തുടങ്ങുന്നു. അപ്പോഴേക്കും യു പെട്ടെന്ന് മുട്ടുകുത്തി ഇവളോട് ക്ഷമ ചോദിക്കാനായിട്ട് ബെഡിൽ നിന്ന് ഇറങ്ങി വീഴാണ്. എന്നാൽ ഇവന്റെ കാലുകൾ തറയിലിടിച്ച് ഇവന്റെ കാലിന് ഓൾറെഡി പരിക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ തവിട് പൊടിയായി വേദനിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇവൾ വന്ന് ഇവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കഷ്ടം തോന്നി തടവിയൊക്കെ കൊടുക്കുകയാണ്. എന്നാൽ അപ്പോഴും ഇവൾ വിചാരിക്കുന്നത് ഇവന്റെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇവരുടെ ഫാമിലി ദരിദ്രവാസികളായി എന്നാണ്. ഈ ഒരു സെക്രട്ടറിയും ഇവന്റെ കഷ്ടതകളൊക്കെ ഇവളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഭയങ്കര ഇതിൽ പറയാണ്. ബോസ് ഇങ്ങനെ കളത്തരങ്ങൾ കാണിച്ചത് മാഡത്തിന് ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ദിവസമായി ബോസ് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്ക് എന്തൊക്കെയോ ഭാവം തോന്നിയിട്ട് ഓക്കെ 2 ആഴ്ച അതിൽ കൂടുതൽ ഞാനിവിടെ നിൽക്കുന്നു പ്രതീക്ഷിക്കേണ്ട, അതും നിങ്ങളുടെ ജ്ഞാനിയായിട്ട് കാനറായിട്ടൊന്നും ആയിരിക്കില്ല, അത് ഓർമ്മ വേണം എന്ന് പറയുമ്പോൾ ഇവൾ അവിടെ നിൽക്കാമെന്ന് സമ്മതിച്ചത് കേട്ട് യുവിന് ഭയങ്കര സന്തോഷമാവുന്നു. എന്നാൽ അവൾക്ക് ഇവനോട് ഫീലിംഗ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ആ ഒരു കാര്യത്തിലുള്ള ശ്രമം വിടാനായിട്ട് യു തയ്യാറല്ല. സോ ഇവനിപ്പോൾ ഷർട്ടൊന്നും ഇല്ലാതെ പുതിയ അളവെടുത്ത് മോണിന്റെ മുറിയിലേക്ക് ഭയങ്കര ഹോട്ടായിട്ട് കടന്നു വരികയാണ്. ഇവൾക്കത് കാണുമ്പോൾ കിളി പറക്കുന്നുണ്ടെങ്കിലും മനുഷ്യ നിങ്ങൾ എന്തായി ചെയ്യുന്നത്, നിങ്ങൾക്കിന്ന് നാളെയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവളോട് പറയുന്നത് എന്റെ ബാത്റൂമിലെ ഹീറ്റർ കംപ്ലൈന്റ് ആയി, എനിക്ക് തന്നെ ബാത്റൂം ഒന്ന് യൂസ് ചെയ്യണം എന്നാണ്. അപ്പൊ മോൻ ഇവനോട് നിങ്ങളുടെ ബാത്റൂമിലെ ഹീറ്റർ കംപ്ലൈന്റ് ആയെങ്കിൽ വല്ല പ്ലംബറേയും വിളിച്ച് ശരിയാക്കിപ്പിക്കുക എന്ന് പറയുമ്പോൾ യോ അത് പിന്നെ ഞങ്ങളിപ്പോ പാപ്പരായില്ലേ, അതുകൊണ്ട് എന്റെ പ്ലംബറേക്ക് ഓൾറെഡി ഞങ്ങൾ പിരിച്ചുവിടോ, വിളിക്കാനായിട്ട് സാധിക്കില്ല, വലിയ എമൗണ്ട് പേ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്ക് വീണ്ടും ഇവന്റെ കാര്യത്തിൽ കുറച്ച് അലിവ് തോന്നിയിട്ട് ശരി എങ്കിൽ പിന്നെ നിങ്ങൾ ഉപയോഗിച്ചോ, പക്ഷെ എത്രയും പെട്ടെന്ന് മുറിയിൽ നിന്ന് ഇറങ്ങി പൊക്കോണം എന്ന് പറയുമ്പോൾ ഇവൻ അങ്ങനെ പോകാൻ പറ്റില്ല, എന്റെ റൂമിലെ ലൈറ്റും കംപ്ലൈന്റ് ആയി, ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ ഈ മുറിയിൽ കിടന്നോട്ടെ എന്ന് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഇവളുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്. ഇവൻ വിചാരിക്കുന്നത് ഇവൾ ഓക്കെ പറയും എന്നാണ്, പക്ഷെ ഇവൾക്കുള്ളിൽ ആ ഒരു ആഗ്രഹമുണ്ട് എങ്കിൽ പോലും ഇവനെ ചവിട്ടി പുറത്താക്കാണ്. സോ ഇവന്റെ അഭിനയം ഇനിയും കൂടുതൽ വർക്കൗട്ട് ആവേണ്ടതായിട്ട് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ മോൻ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ സെക്രട്ടറി ആണെങ്കിൽ ഇവിടെയുള്ള സ്റ്റാഫിനെല്ലാം പിരിച്ചുവിടുന്നത് പോലെ ആക്ടിങ് കാണിക്കുകയാണ്. അതും കൂടെ കാണുമ്പോൾ ശരിക്കും ഈ ഒരു ഫാമിലി ബാങ്ക്രപ്റ്റ് ആയി എന്ന് ഇവൾക്ക് മനസ്സിലാവുന്നു. അതിനുശേഷം ഇവളെ യാനിനെ കാണാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്നിട്ട് എന്തായാലും ഇപ്പോൾ നിങ്ങളുടെയൊക്കെ അവസ്ഥ മോശമാണെന്ന് എനിക്കറിയാം, പക്ഷെ യോവിന് എന്തായാലും മുന്നോട്ട് വരാൻ സാധിക്കും, പക്ഷെ പുള്ളിക്കാരന് വേറെയും എന്തൊക്കെയോ അസ്വസ്ഥതകൾ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നത്, സ്വന്തം കാര്യം പോലും ഇപ്പൊ നേരെ ചൊവ്വേ നോക്കുന്നില്ല, ഷർട്ടില്ലാതൊക്കെ എന്റെ മുറിയിലേക്ക് കടന്നു വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവളോട് ഇഷ്ടമില്ലാതെയൊക്കെയാണ് അങ്ങനെ പെരുമാറുന്നത് എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം വീണ്ടും മനസ്സിലാവുകയാണ്, ഇവർ തമ്മിൽ നേരെ ചൊവ്വേ കാര്യങ്ങൾ വർക്കൗട്ട് ആവില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കള്ളം വീണ്ടും തുടങ്ങിയേക്കാണ്. മോൻ നീ വിചാരിക്കുന്നതിനപ്പുറം എന്റെ ചേട്ടനൊരു പ്രശ്നമാണ്, അവന്റെ പുരുഷത്വം തകരാറിലാണ്, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവൾക്ക് വിട്ടുന്ന ഇവള് കാരണം മുന്നേ അങ്ങനെ ഒരു ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ടല്ലോ, ഇനി ചിലപ്പോ അതുകൊണ്ട് വല്ല സംഭവിച്ചതാണോ, അതുകൊണ്ടാണ് ആ ഒരു അസുഖം വന്നത് എന്ന രീതിയിലൊരു ചിന്ത വരുന്നു. ഒരു ഐസ് വാട്ടർ യൂസ് ചെയ്തിട്ടാണോ എന്ന രീതിയിൽ. അപ്പൊ ഞാൻ ആ ഒരു കാര്യം പറഞ്ഞിട്ട് നീ ടെൻഷൻ ആവണ്ട, ഈ അസുഖം മാറ്റാവുന്നതേ ഉള്ളൂ, പക്ഷെ ചേട്ടൻ മരുന്ന് കഴിക്കുന്നില്ല, നീ പറഞ്ഞാലും കഴിക്കും, നീ എങ്ങനെയെങ്കിലും നിർബന്ധിച്ചൊന്ന് കഴിപ്പിക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ ദിവസം കഴിയും തോറും കാര്യം വഷളാവും എന്ന് പറഞ്ഞ് ഒരു മെഡിസിൻ ഇവളെ ഏൽപ്പിക്കാണ്. മോണ് വിചാരിക്കുന്നത് ഇവളെ കാരണമാണ് അവൻ ആ ഒരു അവസ്ഥ പിടിപെട്ടത് എന്ന രീതിയിൽ ആ ഒരു കാര്യം എടുത്തിട്ട് ഇവളുടെ ഉത്തരവാദിത്തം കൂടിയാണല്ലോ അത് മാറ്റേണ്ടത്, അതുകൊണ്ട് തന്നെ ഞാൻ കൊടുത്ത മരുന്ന് കൊടുക്കാനായിട്ട് മോൻ യുവിന്റെ അടുത്ത് എത്തുന്നുണ്ടെങ്കിലും ഇവളോട് തനിക്ക് ഒരു അസുഖമില്ല, താൻ ഈ മരുന്നൊന്നും കഴിക്കില്ല, ഇവളപ്പോ അത് വൈറ്റമിൻ ടാബ്ലറ്റ് ആണ് എന്ന് പറഞ്ഞ് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവനത് കഴിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവള് പോയി ഒരു സൂപ്പിൽ അത് മിക്സ് ആക്കി കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴും ഇത് താൻ എന്തായാലും കഴിക്കാൻ പോകുന്നില്ല, ഇത് ഭയങ്കര കയ്പാണ്, പിന്നെ കഴിക്കണമെങ്കിൽ മൗത്ത് ടു മൗത്ത് കുടിക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ ഇവൾക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഇവള് കാരണം സംഭവിച്ചു പോയ ഒരു അസുഖമാണല്ലോ എന്ന രീതിയിൽ ശരി സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവളുടെ ഗതികേട് കൊണ്ട് ഇവളുടെ വായിൽ ഒഴിച്ചിട്ട് അത് ഇവന്റെ വായിലേക്ക് ഷെയർ ചെയ്ത് നൽകുകയാണ്. ശരിക്കും ഇവന് ഒരു അസുഖമില്ലല്ലോ, ഞാനാണെങ്കിൽ മനഃപൂർവ്വം തന്നെ ഇവരെ തമ്മിൽ അടുപ്പിക്കാനായിട്ട് ഡ്രഗിന്റെ ടാബ്ലറ്റോ എന്തോ സംതിങ് ആണ് ഇവനിപ്പോൾ നൽകിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് വന്നിട്ട് ഇവളോട് റൊമാൻറ്റിക് ആവാനായിട്ട് തുടങ്ങുന്നു. പക്ഷേ മൂൺ സമ്മതിക്കുന്നില്ല. ആ സമയത്ത് ഇവന്റെ ഉള്ളിലെ എല്ലാ കാര്യങ്ങളും ഭയങ്കര റിയൽ ആയിട്ട് ഇവനോട് തുറന്നു പറയാണ്. ഇവൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, നീ എന്റെ അടുത്തില്ലാത്ത ടൈമിൽ ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തിരുന്നു, ഞാൻ ഈ പറയുന്ന കാര്യമൊന്നും എന്റെ ഉള്ളിലുള്ള മരുന്ന് കാരണം പറയുന്നതല്ല എനിക്ക് പറഞ്ഞ് ഭയങ്കര ഇതില്ല ഇവളെ കേൾക്കാൻ ആഗ്രഹിച്ച ആ ഒരു കാര്യങ്ങളൊക്കെ ഇവളോട് തുറന്നു പറയാണ്. അത് ഇവൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇവളെ ഒട്ടനെ തന്നെ ഇവന്റെ കിസ് ചെയ്യാണ്. സോ അവരങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരുമിച്ച് അന്ന് ആ ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്യുന്നു. പക്ഷെ പിറ്റേന്ന് രാവിലെ യു എഴുന്നേറ്റ് നോക്കുമ്പോൾ മോൻ അടുത്തില്ല. അവളുടെ ഒരു കാർഡ് ഇവന് നൽകിയിട്ടാണ് പോയേക്കുന്നത്. അതിൽ കുറച്ച് പൈസയുണ്ട്. മാത്രമല്ല അവിടെ ഒരു വെഡിങ് കാർഡും ഇവനിപ്പോ കാണുകയാണ്. അതുകൊണ്ട് നേരെ ഇവൻ യാനിനെ കാണാൻ വരുന്ന സമയത്ത് ഓൾറെഡി തന്നെ മുത്തശ്ശി ഇപ്പോൾ അവരുടെ ആ ഒരു വാശിയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇവരുടെ വിവാഹം നടത്താമെന്നൊരു സമ്മതം കൊടുത്തിരിക്കുകയാണ്. എന്നാൽ യു അങ്ങോട്ടേക്ക് വന്നിട്ട് യാനിനോടും സിയാനോടും നിങ്ങളെല്ലാം കൂടി ചേർന്ന് എന്നെ പറ്റിക്കായിരുന്നു, അവൾക്ക് എന്നോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അവൾ മറ്റൊരു വിവാഹം കഴിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നിരാശയിൽ ആ ഒരു ലെറ്റർ അവിടെ ഇവരെ കാണിക്കുകയാണ്. എന്നാൽ ആ സമയത്ത് മൂണാണെങ്കിൽ ഇപ്പോൾ ഒരു ബ്രൈഡിന്റെ വേഷത്തിലൊക്കെയാണ് നിൽക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവളുടെ വിവാഹമൊന്നും അല്ല നടക്കാൻ പോകുന്നത്, ജസ്റ്റ് ഒരു ആഡിന്റെ ഷൂട്ടാണ്. അതിന്റെ ലെറ്ററോ സംതിങ് ആണ് അവിടെ കിടന്ന യുവിന് കിട്ടിയത്. അതിൽ ബ്രൈഡായിട്ട് തന്നെയാണ് ഇവൾ ആക്ട് ചെയ്യുന്നത്. മെയിൻ ആയിട്ടും ഇവളെ ഈ സിറ്റുവേഷനിൽ എത്തിയിരിക്കുന്നതും ഈ ഒരു ക്യാരക്ടർ ഏറ്റെടുത്ത് ചെയ്യുന്നതിനും കാരണം യുവിന് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് എന്ന് വിചാരിച്ച് അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ആക്ഷൻ പറഞ്ഞ ആ ഒരു ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് മാസ്
കാണിച്ച് അങ്ങോട്ടേക്ക് യു കടന്നു വരുവാണ്. ഇവൻ വിചാരിക്കുന്നത് ഇത് ഇവനെ തേച്ചിട്ട് ഇവള് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ നേരെ വന്ന് മൂൺ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? എന്തിനാ നീ എന്നെ കളഞ്ഞിട്ട് പോയത്? എന്നെക്കാൾ എന്ത് യോഗ്യത ഇവനുള്ളത്? എനിക്കിതിന് അത്ര ഇഷ്ടമായതുകൊണ്ടല്ലേ ഞാൻ നിന്നെ വിട്ടു പോകാത്തത്. വീണ്ടും വീണ്ടും നീ എന്തിനാ എന്നെ ഉപേക്ഷിച്ച് പോകുന്നത്? ദയവ് ചെയ്ത് നീ എന്നെ ഉപേക്ഷിച്ച് പോകരുത്. എനിക്ക് ഭയങ്കര ഇതില് ഇവളുടെ കാല് പിടിച്ച് പറയാണ്. അത് കേട്ട് ഇവൾക്ക് ചിരി വന്നിട്ട് ഇവന്റെ അടുത്തേക്ക് വന്ന്, ഇതെന്റെ വിവാഹമൊന്നുമല്ല, ഇതെന്റെ ജോലിയാണ്. ഞാൻ എന്റെ ജോലിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോ വരുമാനമൊന്നുമില്ലല്ലോ. ഇങ്ങനെ പോയാലോ നമ്മളെങ്ങനെ ജീവിക്കും? അതുകൊണ്ട് നമ്മുടെ ലൈഫ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ജോലിക്കായിട്ട് എത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവനത് കേട്ട് ഭയങ്കര സങ്കടവുമാണ്. ഇവൾ ആ ഒരു കാർഡ് കൊടുത്തത് വരെ ഇവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവന്റെ കയ്യിൽ 10 പൈസ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഇവള് വർഷങ്ങളുണ്ട് ഹാർഡ് വർക്ക് ചെയ്ത പൈസ. അപ്പോൾ യു അതൊക്കെ കേട്ടിട്ട് ഇവളോട്, അതായിരുന്നോ കാര്യം? പക്ഷെ ഞാൻ നിന്നോടൊരു ചെറിയ കള്ളം പറഞ്ഞു. നീ അത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ശരിക്കും ബാങ്ക് ഒന്നും ആയിട്ടില്ലായിരുന്നു. എന്റെ കമ്പനിക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ഞാൻ കമ്പനി ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് കേട്ട് ഇവള് ഷോക്കായി. അപ്പൊ നിങ്ങൾ വീണ്ടും എന്നെ പറ്റിച്ചതാണോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ ഇവന് എങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞ് ഇവളെ ബോധിപ്പിക്കണം എന്നറിയില്ല. സോ പെട്ടെന്ന് മോൻ ഇവന്റെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് കോളറിന് പിടിച്ച്, നിങ്ങളത് ചെയ്തത് എന്നെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ യോം അതേന്ന് പറഞ്ഞിട്ട്, ഇതിന്റെ പേരിൽ നീ എന്ത് ശിക്ഷ എന്നാലും ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ ഇവൾ ഉടനെ തന്നെ, എങ്കിൽ പിന്നെ ശരി, നമുക്ക് നാളെ തന്നെ വിവാഹം കഴിക്കാം. പക്ഷെ എന്റെ ഡിമാൻഡ്, എനിക്ക് വലിയൊരു ഡയമണ്ടിന്റെ മോതിരം വേണം, നെക്ലസ് വേണം, ലക്ഷറി കാർ വേണം, എല്ലാം നിങ്ങളുടെ പൈസയ്ക്ക് എന്ന് പറയുമ്പോൾ ഇവനും ഇവളെ അടുത്തോട്ട് പിടിച്ചിട്ട്, എല്ലാത്തിനും ഞാൻ ഓക്കെയാണ്. എൻ്റെ പൈസ എല്ലാം ഇന്ന് മുതൽ നിന്റെ കൂടെ തന്നെയാണ്. നിനക്ക് വേണ്ടി എത്ര ചിലവാക്കാനും ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് അവിടെ അവരുടെ ആ ഒരു തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും ഒക്കെ മാറി വളരെ ഹാപ്പി ആയിട്ട് കിസ് ചെയ്യുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു ഡ്രാമ ഹാപ്പി എൻഡിങ്ങിൽ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ കാണാം.